എല്ലാവർക്കും ലേണിംഗ്സ് പ്ലാറ്റ്ഫോമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ടുള്ള ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MDC ആയിട്ടുള്ള ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൽ 1 മാർക്കിന് 2 മാർക്ക് 5 മാർക്ക് 10 മാർക്കിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ മാർക്കോടുകൂടെ പാസ്സാകാൻ പറ്റും. ഏകദേശം മെയിൻ ആയിട്ട് വരുന്ന എല്ലാ ഭാഗവും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു റിവിഷൻ രൂപത്തിലാണ് ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ചോദ്യം ഉത്തരം എന്ന രൂപത്തിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് 1 മാർക്കിന് സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ഒരു ചോദ്യം, വാട്ട് യു മീൻ ബൈ കോർ ബാങ്കിങ് സൊല്യൂഷൻ, CBS എന്ന് പറയുന്ന ഒരു ചോദ്യം. അഥവാ കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാല് നോക്കാം, ഇറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. അത് നിങ്ങൾ ഓർത്തു വെക്കണം. സെൻട്രലൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം ദാറ്റ് അലൗസ് കസ്റ്റമർ ടു ആക്സസ് ദർ ബാങ്ക് അക്കൗണ്ട് ആൻഡ് പെർഫോം ട്രാൻസാക്ഷൻ ഫ്രം എനി ബ്രാഞ്ച് ഓഫ് ദ ബാങ്ക്. അതായത് ഇപ്പൊ ഞാൻ മലപ്പുറത്ത് ഒരു അക്കൗണ്ട് തുടങ്ങി, മലപ്പുറം SBI ഒരു അക്കൗണ്ട് തുടങ്ങി. എനിക്ക് എന്ത് ട്രാൻസാക്ഷൻസും മലപ്പുറത്ത് മാത്രം പോയി ചെയ്യണമെന്നില്ല. കോഴിക്കോട് ആക്സസ് ചെയ്യാൻ പറ്റും, തിരുവനന്തപുരം ആക്സസ് ചെയ്യാൻ പറ്റും, കാസർഗോഡ് ആക്സസ് ചെയ്യാൻ പറ്റും, വയനാട് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലെ. SBIയുടെ ഏത് ബ്രാഞ്ച് എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ പോയിട്ട് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോ എല്ലാ SBIനെയും കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തെയാണ് സെൻട്രലൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം എന്ന് പറയാം അല്ലെ. എല്ലാ SBIനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അക്കൗണ്ട് തുടങ്ങിയാൽ ആ ബാങ്കിന്റെ ഏത് ബ്രാഞ്ച് എവിടെയൊക്കെ ഉണ്ടോ എല്ലായിടത്തും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, എല്ലായിടത്തും പോയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. റെഡി അല്ലേ? അതാണ് CBS അഥവാ കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറയാം. ഇനി ഒന്നുകൂടെ നോക്കിയേ, ഇറ്റ് ഈസ് എ സെൻട്രലൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം ദാറ്റ് അലൗസ് കസ്റ്റമർ അല്ലെ, കസ്റ്റമറെ അലോ ചെയ്യുന്നുണ്ട് ടു ആക്സസ് ദർ ബാങ്ക് അക്കൗണ്ട് അല്ലെ, അവർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. എവിടുന്ന്? ആൻഡ് പെർഫോം ട്രാൻസാക്ഷൻസ് നടത്താൻ പറ്റും ഫ്രം എനി ബ്രാഞ്ച് ഓഫ് ദ ബാങ്ക് അല്ലെ. ഏത് ബ്രാഞ്ച് പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ബാങ്കിന്റെ ഏത് ബ്രാഞ്ചിൽ എവിടെ ആവട്ടെ നമുക്ക് പോയിട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് കോർ ബാങ്കിങ് സൊല്യൂഷൻ എന്ന് പറയാ. രണ്ടാമത്തെ ഒരു ചോദ്യം, റൈറ്റ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ടോട്ടൽ ക്രെഡിറ്റ് ക്രിയേഷൻ. ക്രെഡിറ്റ് ക്രിയേഷന്റെ ഒരു ഫോർമുല എന്താണ് ഒന്ന് നോക്കാം. ടോട്ടൽ ക്രെഡിറ്റ് ക്രിയേഷൻ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ഡെപ്പോസിറ്റ് ഇൻറ്റു 1 ബൈ ക്യാഷ് റിസർവ് റേഷ്യോ. ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനീഷ്യൽ ഡെപ്പോസിറ്റ്, നമ്മൾ ആദ്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഇൻറ്റു 1 ബൈ ക്യാഷ് റിസർവ് റേഷ്യോ. അതാണ് ക്രെഡിറ്റ് ക്രിയേഷന്റെ ഫോർമുല ആയിട്ട് പറയുന്നത്. അടുത്ത ചോദ്യം, എന്താണ് NRI അക്കൗണ്ട്, നോൺ റെസിഡന്റ് ഇന്ത്യ? ഇപ്പോ നമ്മുടെ ഒരു കസിന് വിദേശത്ത് വർക്ക് ചെയ്യാണ്, ഇപ്പൊ ഗൾഫിൽ വർക്ക് ചെയ്യാന്ന് വെച്ചോളൂ അല്ലെ. അവരെ വിളിക്കുന്ന പേരാണ് നമ്മൾ നോൺ റെസിഡന്റ് അഥവാ ഇന്ത്യയിൽ കൂടുതൽ കാലം താമസിക്കാത്ത ആളുകൾ അല്ലെ, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ. അപ്പൊ അവരെ വിളിക്കുന്ന പേരാണ് നോൺ റെസിഡന്റ്. സ്വഭാവമായിട്ട് ഇപ്പോ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുക റിയാല്, ദിർഹം അല്ലെ, ആ അവിടുത്തെ കറൻസിയാണ് കിട്ടുക. ആ കറൻസി എന്ത് ചെയ്യും? നേരെ ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റിയിട്ട് അവർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു കാര്യം അഥവാ NRI അക്കൗണ്ട് ഈസ് എ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തുടങ്ങുന്ന ബാങ്ക് അക്കൗണ്ട് ആണ്. ശ്രദ്ധിക്കുക, ആർക്ക് വേണ്ടിയിട്ട്? ബൈ നോൺ റെസിഡന്റ് ഇന്ത്യൻസ്, ഇന്ത്യയിൽ സ്ഥിരം വസിക്കാത്ത ആളുകൾക്ക് വേണ്ടി ഇന്ത്യയിൽ തുടങ്ങുന്ന ബാങ്ക് അക്കൗണ്ട് ആണ് NRI അക്കൗണ്ട്. എന്തിന്? ടു മാനേജ് ദയർ ഇൻകം ഏൺഡ് എബ്രോഡ് അല്ലെ. വിദേശത്ത് നിന്ന് കിട്ടുന്ന ഇൻകം അത് വേറെ കറൻസിയിലായിരിക്കും അല്ലെ. റിയാല്, ദിർഹം, ഡോളർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു കറൻസിയിലായിരിക്കും. അപ്പൊ ആ ഇൻകത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ തുടങ്ങുന്ന ബാങ്ക് അക്കൗണ്ടിനെയാണ് NRI അക്കൗണ്ട്, നോൺ റെസിഡന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ലിസ്റ്റ് ഔട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസ്ക്. റിസ്ക് 2 രൂപത്തിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് രണ്ടല്ല ടെന്നിണ്ട്, നമ്മൾ വേറെ ചോദ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്താണ്? ബിസിനസ് റിസ്കും ഫിനാൻഷ്യൽ റിസ്കും കേട്ടോ. അടുത്ത ചോദ്യം, എന്താണ് IRDAIയുടെ ഫുൾ ഫോം? നീ IRDAIയുടെ ഫങ്ഷൻസ് ഒരു എസ് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതിന് താഴെ വരുന്നുണ്ട്, അപ്പൊ ഞാൻ പറയാം. IRDA എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ നമ്മൾ ഇന്ത്യയിലുള്ള ഇൻഷുറൻസുകളെ, അത് പബ്ലിക് സെക്ടർ ആവട്ടെ പ്രൈവറ്റ് സെക്ടർ ആവട്ടെ, എല്ലാ ഇൻഷുറൻസിനെയും കൺട്രോൾ ചെയ്യാനുള്ള ഒരു അതോറിറ്റിയാണ് IRDA എന്ന് പറയുന്നത്. അടുത്തത്, ലിസ്റ്റ് ഔട്ട് എനി 2
ബാങ്ക് അഷുറൻസ് മോഡൽ. അത് ഇതെന്താന്ന് പറയട്ടെ, ഇനി താഴെ വരുന്നുണ്ട്, ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താം. ബാങ്ക് അഷുറൻസ് എന്ന് പറഞ്ഞാല് ബാങ്കും ഇൻഷുറൻസും കൂടെ കൂടിയതാണ് ബാങ്ക് അഷുറൻസ്. എങ്ങനെ ബാങ്കും ഇൻഷുറൻസും കൂടെ കൂടി ചേർന്നതാണ് ബാങ്ക് അഷുറൻസ്. അതായത് ബാങ്കുകൾ എന്ത് ചെയ്യാം, ഇൻഷുറൻസ് കമ്പനിയുടെ ഡ്യൂട്ടി ചെയ്യാം, ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനിയുടെ ഡ്യൂട്ടി ചെയ്യാം. അങ്ങനെ പരിപാടി. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും, ഇൻഷുറൻസിന്റെ വേണ്ട ആളുകളെ കണ്ടെത്തും, അല്ലെ, കസ്റ്റമേഴ്സിനെ കണ്ടെത്തും, അവർക്ക് ഇൻഷുറൻസ് പോളിസി കൊടുക്കും. അതുമായി ബന്ധപ്പെട്ട അഥവാ ഒരു ഇൻഷുറൻസ് കമ്പനി എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ആര് ചെയ്യുക, ബാങ്കുകൾ ചെയ്യുക. അപ്പൊ പല ബാങ്കുകളും അങ്ങനെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ബാങ്ക് അഷുറൻസ്. അത് പല രൂപത്തിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ രണ്ട് മോഡൽ എഴുതാനാ പറഞ്ഞത്. അപ്പൊ ഒന്ന് പ്യൂർ ഡിസ്ട്രിബ്യൂട്ടർ മോഡൽ, പിന്നെ സ്ട്രാറ്റജിക് അലൈൻ മോഡൽ. പ്യൂർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഇൻഷുറൻസ് കമ്പനിയെ പോലെ തന്നെ ആര് വർക്ക് ചെയ്യുക, ബാങ്ക് വർക്ക് ചെയ്യുക. പിന്നെ സ്ട്രാറ്റജിക് അലയൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ ബാങ്ക് എന്താവില്ല, പക്ക ഇൻഷുറൻസ് കമ്പനി ആവില്ല, ഓൾറെഡി ഉള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈപ്പിലെത്തും. ബാങ്കും ഒരു ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ടൈപ്പിലെത്തും, എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ഫംഗ്ഷൻസ് ചെയ്യും. ഓക്കെ. ദെൻ അടുത്തത് നെയിം ഓഫ് വൺ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫർഡ് ബൈ എൽഐസി. എൽഐസി നമുക്കറിയാം അല്ലെ, ലൈഫ് ഇൻഷുറൻസ് കൊടുക്കാനുള്ള ഒരു ഏജൻസിയാണ്, ഗവൺമെന്റ് ഏജൻസിയാണ് എൽഐസി എന്ന് പറയുന്നത്. അപ്പൊ അവർ ഒരുപാട് ലൈഫ് ഇൻഷുറൻസുകൾ കൊടുക്കാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന്റെ പേരാ ചോദിച്ചിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ ആണ് ജീവൻ ആനന്ദ് പോളിസി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് സ്റ്റേറ്റ് എനി ടു പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. രണ്ട് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ പേര് എഴുതാനാണ്. HDFC, ICICI, കുറെ ഉണ്ട് കേട്ടോ. SIB, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അല്ലെ, അങ്ങനെ കുറെ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോ നിങ്ങളോട് പബ്ലിക് സെക്ടർ ബാങ്ക് ചോദിച്ചാലോ, ഗവൺമെന്റ് ബാങ്കുകൾ ചോദിച്ചാലോ, ഏറ്റവും വലുത് SBI ആണ് അല്ലെ. SBI പറയാം, RBI പറയാം, കനറ ബാങ്ക് പറയാം, ബാങ്ക് ഓഫ് ഇന്ത്യ പറയാം. ഓക്കെ. ഇനി അടുത്തത്, ഇതൊക്കെ ഒരു മാർക്കിന്റെ ചോദ്യം തന്നെ കേട്ടോ. എന്താണ് ബാങ്ക്? ഇതൊരു സിമ്പിൾ ചോദ്യമാണ്, മിക്കവാറും 1 മാർക്കിനോ 2 മാർക്കിനോ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ പറയേണ്ട ആൻസർ ഇതാണ്, ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇത് മറക്കരുത്, നിർബന്ധമായിട്ടും പറയണം. ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. പണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് ഇടപെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ബാങ്ക് എന്ന് പറയുന്നത്. ദാറ്റ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. ബാങ്കിന്റെ മെയിൻ പണി ഇതാണ്, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക ആൻഡ് പ്രൊവൈഡ് ലോൺസ്. ലോൺ കൊടുക്കുക. കണ്ട ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, എവിടുന്ന്, പബ്ലിക്കിന്റെ അടുത്തുനിന്ന് അല്ലെ, പൊതുജനങ്ങളുടെ അടുത്തുനിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, എന്നിട്ടോ പ്രൊവൈഡ് ലോൺസ്, ലോൺ കൊടുക്കുക, ആൻഡ് അതർ ഫിനാൻഷ്യൽ സർവീസ്, അതുപോലെ തന്നെ മറ്റു ഫിനാൻഷ്യൽ സർവീസുകൾ ചെയ്യുക. ക്ലിയർ? അപ്പൊ ഒന്നുകൂടെ പറയാൻ, എന്താണ് ബാങ്ക്? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഡെപ്പോസിറ്റ് സ്വീകരിക്കും, അതുപോലെ തന്നെ ലോണുകൾ കൊടുക്കും, മറ്റു ഫിനാൻഷ്യൽ സർവീസുകളൊക്കെ ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ വിളിക്കുന്ന പേരാണ് ബാങ്ക്. അടുത്ത ചോദ്യം, എന്താണ് NPA അഥവാ നോൺ പെർഫോമിംഗ് അസറ്റ്? നോക്കിയേ, ഇറ്റ് ഈസ് എ ലോൺ ഓർ അഡ്വാൻസ് വേർ ഇൻട്രസ്റ്റ് ഓർ പ്രിൻസിപ്പൽ പേയ്മെന്റ് റിമൈൻ ഓവർ ഡ്യൂ ഫോർ മോർ ദാൻ 90 days. അപ്പൊ ഞാനൊരു ലോൺ എടുത്തു, ഒരു ഉദാഹരണം പറയാണ്, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ഞാൻ അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. എത്ര ദിവസം വരെ? 3 മാസം അഥവാ 90 ദിവസം വരെ ഞാൻ കൊടുത്തില്ലെങ്കിൽ ആ അസറ്റിനെ വിളിക്കുന്ന പേരാണ് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെ. അപ്പൊ ഒരു ഉദാഹരണം, ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ഞാൻ എന്റെ വീട് ആധാരം പണയം വെച്ചു, അല്ലെങ്കിൽ കുറച്ച് ഗോൾഡ് പണയം വെച്ചു. യെസ്. അപ്പൊ ആ ഗോൾഡ് പണയം വെച്ചിട്ട് ഞാൻ ലോൺ എടുത്തു. അങ്ങനെ ഞാൻ കുറച്ച് കാലൊക്കെ അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ അടച്ചു. പിന്നെ എനിക്ക് അടക്കാൻ പറ്റിയില്ല, ഞാൻ ഇൻട്രസ്റ്റ് അടക്കുന്നത് നിർത്തി. അങ്ങനെ 1 മാസമായി, 2 മാസമായി, 3 മാസമായി, അഥവാ 90 ദിവസമായി. എന്നിട്ടും ഞാൻ ഒരു എമൗണ്ടും അങ്ങോട്ട് അടക്കുന്നില്ല. അപ്പൊ സത്യത്തിൽ ബാങ്കിന്റെ അടുത്തുള്ള ആ ഗോൾഡ് എന്താണ്? ഒരു നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെ. വെറുതെ അവിടെ ഗോൾഡ് ഉണ്ട് എന്നല്ലാണ്ട് അതിന്റെ മുകളിൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വരുമാനവും വരുന്നില്ല അല്ലെ. ഇൻട്രസ്റ്റ് വരുന്നില്ല, പ്രിൻസിപ്പൽ എമൗണ്ട് വരുന്നില്ല, ഒന്നുമില്ല. അപ്പൊ അങ്ങനത്തെ അസറ്റ് അവിടെ ഉണ്ടാവും, പക്ഷെ അതിന് മേലെ ഒരു വരുമാനം കിട്ടുന്നില്ല. അങ്ങനത്തെ അസറ്റുകളെയാണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്, NPA എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഓരോന്ന് പറയുമ്പോ തന്നെ ഇങ്ങനെ പഠിച്ചു പോവാ കേട്ടോ, ഇതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോണേ. ഓക്കെ, അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ KYC അല്ലെ. KYC കുറെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. KYC അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ പല മെസ്സേജും കോളുകളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്താണ് ഈ KYC? നോ യുവർ കസ്റ്റമർ. അതിന്റെ ഫുൾ ഫോം അതാണ്, നോ യുവർ കസ്റ്റമർ. അതായത് ഇറ്റ് ഈസ് എ പ്രോസസ് യൂസ്ഡ് ബൈ ബാങ്ക്സ് ടു വെരിഫൈ, ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഐഡന്റിറ്റി ആൻഡ് അഡ്രസ് ഓഫ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ ഐഡന്റിറ്റി, അതുപോലെ തന്നെ അഡ്രസ്, കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് KYC എന്ന് പറയുന്നത്. എന്തിന്? ടു പ്രിവെന്റ് ഫ്രോഡ് ആൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഫ്രോഡൊക്കെ, തട്ടിപ്പ് വെട്ടിപ്പൊക്കെ തടയാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ ഇപ്പൊ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്
നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മുടെ ഐഡന്റിറ്റി അഥവാ നമ്മൾ ആരാണ്, നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ ID കാർഡും പാൻ കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് അത് വെരിഫൈ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ തട്ടിപ്പൊട്ടിപ്പുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് KYC എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് റിസ്ക്? റിസ്ക് കാരണം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പോസിബിലിറ്റി ഓഫ് ലോസ് അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ലോസ്, നഷ്ടം വരാനുള്ള സാധ്യതയാണ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒരു ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടം വരാനുള്ള ഒരു സാധ്യതയാണ് റിസ്ക് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു ടേമിൽ പറയാം, അൺസർട്ടിനിറ്റി അറൈസിങ് ഫ്രം അൺഎക്സ്പെക്ടഡ് ഇവന്റ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അല്ലെ, അൺഎക്സ്പെക്ടഡ്. ഇപ്പൊ കൊറോണ അല്ലെ, ഉരുൾപൊട്ടൽ, അങ്ങനെ പല ഇവന്റുകളും വന്നിട്ട് നമുക്ക് റിസ്ക് വരാറുണ്ട്. അപ്പോൾ അൺഎക്സ്പെക്ടഡ് ഇവന്റുകൾ സംഭവിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു അൺസർട്ടിനിറ്റി, അനിശ്ചിതാവസ്ഥക്ക് പറയുന്ന പേരാണ് റിസ്ക്. അടുത്ത ചോദ്യം, എന്താണ് ഫയർ ഇൻഷുറൻസ് ക്ലെയിം? ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ, എന്താണ് ഫയർ ഇൻഷുറൻസ് ക്ലെയിം? നോക്കുക, ഇറ്റ്സ് എ എമൗണ്ട് പെയ്ഡ് ബൈ ഇൻഷുറൻസ് കമ്പനി ടു കോമ്പൻസേറ്റ് ഫോർ ലോസ് ഓർ ഡാമേജ് കോസ്ഡ് ബൈ ഫയർ. അതായത് തീപിടുത്തത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അത് ക്ലെയിം ചെയ്യുന്നതിനെയാണ് ഫയർ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടില്ല? ഞാൻ പറയാം. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ബിസിനസ് ഫയർ ഇൻഷുർ ചെയ്തു. എന്താ അവിടെ കോൺട്രാക്ട് വെക്കുന്നത്? എന്റെ സ്ഥാപനം എങ്ങാനും തീപിടുത്തത്തിൽ നശിച്ചാൽ അല്ലെ, തീപിടുത്തത്തിൽ നഷ്ടം വന്നാൽ അതെനിക്ക് പരിഹരിച്ചു തരണമെന്ന് പറയുന്നു അല്ലെ. അങ്ങനെ ഞങ്ങൾ ഒരു ഫയർ ഇൻഷുറൻസിൽ ഏർപ്പെട്ടു. കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് തീപിടുത്തം അല്ലെ, ഒരു ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടായി, എന്റെ സ്ഥാപനം ഫുള്ള് കത്തി നശിച്ചു. അങ്ങനെ എനിക്കൊരു 5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. ഞാൻ ആരെ വിളിക്കും? ഇൻഷുറൻസ് കമ്പനിയെ വിളിക്കും. അവര് വരും, ചെക്ക് ചെയ്യും, അവർ ഓക്കെ പറഞ്ഞ അവസാനം എനിക്ക് നഷ്ടമുള്ള 5 ലക്ഷം രൂപ തന്നു. ആ 5 ലക്ഷത്തെ വിളിക്കുന്ന പേരാണ് ഫയർ ഇൻഷുറൻസ് ക്ലെയിം അല്ലെ. അപ്പൊ നമ്മുടെ സ്ഥാപനം തീപിടുത്തത്തില് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ, നഷ്ടം സംഭവിച്ചാൽ അത് ക്ലെയിം ചെയ്ത് തരിക, ആ പണം നമുക്ക് തരിക, ആ നഷ്ടം നമുക്ക് തരിക, അതിനെയാണ് ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത്. യെസ്. അടുത്ത ചോദ്യം, എന്താണ് ബാങ്ക് അഷുറൻസ്? ഓർമ്മണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ, ഒന്നൊന്ന് ഓർത്ത് നോക്കിയേ. എന്താണ്? ബാങ്കും ഇൻഷുറൻസും കൂടി ചേർന്നതാണ് ബാങ്ക് അഷുറൻസ് അല്ലെ. അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ പണി ആര് ചെയ്യാ? ബാങ്ക് ചെയ്യാ. നോക്കിയേ, ബാങ്ക് അഷുറൻസ് ഈസ് ദ അറേഞ്ച്മെന്റ് വേർ ബാങ്ക് സെൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ടു ദെയർ കസ്റ്റമേഴ്സ്. കണ്ടോ, ബാങ്ക് എന്ത് ചെയ്യാണ്? ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ, ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആണ് എന്താ? ഇൻഷുറൻസുകൾ അല്ലെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസുകൾ വിൽക്കുക ആർക്ക്? ബാങ്കിന്റെ കസ്റ്റമേഴ്സിന്, ഓൺ ബിഹാഫ് ഓഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പൊ ഇൻഷുറൻസ് കമ്പനിക്ക് പകരമായിട്ട് ബാങ്ക് തന്നെ എന്ത് ചെയ്യുക? ഇൻഷുറൻസ് വിൽക്കുക അല്ലെ. ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ കസ്റ്റമേഴ്സിന് വിൽക്കുന്നതിനെയാണ് ബാങ്ക് അഷുറൻസ് എന്ന് പറയുന്നത്. ഇതെന്താ വെച്ചാൽ ആദ്യമൊക്കെ ഈ ഇൻഷുറൻസ് ചെയ്യാൻ വെറും ഇൻഷുറൻസ് കമ്പനികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ മാറിയിട്ട് ബാങ്കുകളും അത് ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. ഇനി അടുത്തത്, എന്താണ് റീറ്റെയിൽ ബാങ്കിങ്? നോക്കാം. റീറ്റെയിൽ ബാങ്ക് റെഫേഴ്സ് ടു ബാങ്കിങ് സർവീസസ് പ്രൊവൈഡഡ് ഡയറക്റ്റ്ലി ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്. അഥവാ ബാങ്ക് എന്ത് ചെയ്യാണ്? നേരിട്ട് കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. ഇപ്പൊ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇതാണ് റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡഡ് ഡയറക്ട്ലി ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഡയറക്ട്ലി ടു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ്, ബാങ്ക് നേരിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന സർവീസുകളെയാണ് റീറ്റെയിൽ ബാങ്കിങ് എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ ആണ് സേവിങ്സ് അക്കൗണ്ട് അല്ലെ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യല്, ലോൺസ് കൊടുക്കല്, ക്രെഡിറ്റ് കാർഡ് കൊടുക്കല്, ഡെബിറ്റ് കാർഡ് കൊടുക്കല് ഒക്കെ ബാങ്ക് കൊടുക്കുന്ന റീറ്റെയിൽ സർവീസുകളാണ്. അടുത്തൊരു ചോദ്യം, വാട്ട് ആർ ദ ക്യാപിറ്റൽ അഡീക്വസി നോംസ്? അതായത് ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എ റെഗുലേഷൻ ദാറ്റ് റിക്വയർ ബാങ്ക് ടു മെയിൻറ്റെയിൻ, ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ മിനിമം ലെവൽ ഓഫ് ക്യാപിറ്റൽ. ബാങ്ക് എന്ത് ചെയ്യണം? അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഒരു മിനിമം അവിടെ കീപ്പ് ചെയ്യണം. മെയിൻറ്റെയിൻ എ മിനിമം ലെവൽ ഓഫ് ക്യാപിറ്റൽ ടു അബ്സോർബ് ലോസസ് ആൻഡ് പ്രൊട്ടക്ട് ഡെപ്പോസിറ്റേഴ്സ്. അപ്പോ നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റേഴ്സ് ഉണ്ടല്ലോ അല്ലെ, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു മിനിമം ലെവൽ ഓഫ് ക്യാപിറ്റൽ എപ്പോഴും ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു ക്യാപിറ്റലിനെയാണ് ക്യാപിറ്റൽ അഡിക്വൻസി നോംസ് എന്ന് പറയുന്നത്. ഇനി 2 മാർക്കിന് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഞാൻ ഈ 1 മാർക്കിന് നേരത്തെ പറഞ്ഞത് നേരെ തിരിച്ചും ചോദിക്കാം കേട്ടോ. 2 മാർക്കിന് ചോദിക്കാം. ഈ 2 മാർക്ക് പറയുന്നത് 1 മാർക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി ചോദിക്കാം. അപ്പൊ 2 മാർക്കിന് സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഒന്നാമത്തത്, എന്താണ് സ്പെക്കുലേറ്റീവ് റിസ്ക്? റിസ്കിന്റെ ടൈപ്സ് ഇനി നമ്മൾ താഴെ വേറെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും ഒന്നും കൂടെ പറയണം. സ്പെക്കുലേറ്റീവ് റിസ്ക് എന്താണ്?
നോക്കേ, ഇറ്റ് ഈസ് എ റിസ്ക് വേർ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ്, ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ബോത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും വരാൻ സാധ്യതയുള്ള റിസ്കുകളെയാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുക. അവിടെ നോട്ട് ചെയ്യേണ്ട മെയിൻ പോയിന്റ് ഇതാട്ടോ, ചിലപ്പോൾ ലാഭം അല്ലെങ്കിൽ നഷ്ടം, അല്ലെ, ലാഭമോ നഷ്ടമോ ഇത് രണ്ടും വരാനുള്ള സാധ്യതയാണ് സ്പെക്കുലേറ്റീവ് റിസ്ക്. ഇപ്പൊ ഞാന് ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം വിചാരിച്ചോളൂ, ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഷെയർ മാർക്കറ്റിൽ ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ എന്റെ രണ്ട് ലക്ഷ്യമാണ്, ഒന്നുകിൽ എനിക്ക് ലാഭം കിട്ടും അല്ലെങ്കിൽ എനിക്ക് നഷ്ടം കിട്ടും. ഓക്കെ, അങ്ങനെ ആ ഒരു ധാരണയോട് കൂടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. നോക്കാം, ഇറ്റ് ഇസ് എ കോമൺ ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പൊ ബിസിനസ്സിൽ സ്ഥിരമായിട്ടുള്ള കാര്യം ഇതാണ്, ഒന്നെങ്കിൽ ലാഭം ഉണ്ടാവും അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിലും, അപ്പൊ ബിസിനസ്സിലും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിലും ഒക്കെ വരുന്ന ഒരു മെയിൻ കാര്യമാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. ദ ഔട്ട്കം ഈസ് അൺസെഡ്, നമുക്ക് ഒരിക്കലും പറയാൻ കഴിയൂല, എന്താണ് നമ്മുടെ ഔട്ട്കം എന്നുള്ളത് പറയാൻ പറ്റൂല. ആൻഡ് ഇറ്റ് ഡിപെൻഡ്സ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ, മാർക്കറ്റിനനുസരിച്ച് അതിൽ മാറ്റം വരും. നമ്മളൊരു ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രി എന്ന് വെച്ചോളി, നമ്മൾ കുറേ ഡ്രസ്സ് ഇറക്കി, നമ്മൾ ഉദ്ദേശം എന്താ, ഇതൊക്കെ വിറ്റ് നല്ല ലാഭം ഉണ്ടാക്കണമെന്നാണ്. പെട്ടെന്നാണ് ഒരു ഫാഷൻ ചേഞ്ച്, ഒരു പുതിയ ഫിലിമൊക്കെ വന്ന് ഫാഷനൊക്കെ പറ്റങ്ങോട്ട് മാറിപ്പോയി. അപ്പൊ നമ്മൾ ലാഭം പ്രതീക്ഷിച്ചത് നേരെ എന്താവും, തലതിരിഞ്ഞ് നഷ്ടമായിട്ട് മാറും, അല്ലെ. അപ്പൊ അങ്ങനൊക്കെ വരുന്ന, നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാതെ വരുന്ന കാര്യങ്ങൾ, അഥവാ ലാഭമോ നഷ്ടമോ അത് രണ്ടും സാധ്യത ഉണ്ട്, അത് മാറി വരുന്നതിനെയാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയാ. അടുത്തത് എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി, അഥവാ നമ്മുടെ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, അല്ലെ, ഒരു 7ഓളം പ്രിൻസിപ്പിൾസ് ഉണ്ട്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് താഴെ വരുന്നുണ്ട് കേട്ടോ, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്, അപ്പൊ ഞാൻ ഒന്നും കൂടെ വിശദീകരിക്കാം. അതിൽ എന്താണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ? അതായത് ശ്രദ്ധിക്കുക, ഈ ഒരു കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം. ആക്ച്വൽ ലോസ് എത്രയാണോ അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായിട്ടില്ല? ഞാന് എൻ്റെ ഒരു ബിസിനസ് ഇൻഷുർ എടുത്തു. ആ ബിസിനസ് എന്തെങ്കിലും ഡാമേജ് വന്നു, ഇപ്പൊ ഫയർ, അല്ലെ, നേരത്തെ പറഞ്ഞ പോലെ കത്തി നശിച്ചാൽ എനിക്ക് കിട്ടണം എന്നാണ്, അതിന്റെ ക്ലെയിം കിട്ടണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ബിസിനസ് ഒരു ഭാഗം കത്തി നശിച്ചു, എനിക്ക് നഷ്ടം ഒരു 25,232 രൂപ എന്ന് വെച്ചോളൂ. ഇൻഷുറൻസ് കമ്പനി വന്ന് അത് ചെക്ക് ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് എത്ര തരും? 25,232 രൂപ മാത്രമേ തരുള്ളൂ. അഥവാ എത്രയാണോ എനിക്ക് നഷ്ടം, ആക്ച്വൽ ലോസ് എത്രയാണോ അത് മാത്രമേ കമ്പനി തരുള്ളൂ, 1 രൂപ പോലും അധികം തരൂല. അതാണ് ഇൻഡെംനിറ്റി. ആക്ച്വൽ ലോസ് എത്രയാണോ ആ ലോസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് 1 രൂപ പോലും ഇൻഷുറൻസ് കമ്പനി നൽകില്ല. ഓക്കെ, അതാണ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. അപ്പൊ ഞാൻ എൻ്റെ ബൈക്ക് ഇൻഷുർ ചെയ്തു, ബൈക്ക് ആക്സിഡന്റ് ആയി, ഒരു 2,500 രൂപ നഷ്ടം വന്നു, അല്ലെ. അപ്പൊ ഇൻഷുറൻസ് കമ്പനി ഒന്ന് ചെക്ക് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യും, നമുക്ക് പിടിച്ചൊരു 3,000 രൂപ എന്ന് റൗണ്ട് ഇത് തരൂല്ല. എത്രയാണോ നഷ്ടം, 2,500 നഷ്ടമാണെങ്കിൽ കറക്റ്റ് 2,500 രൂപ തരും, 1 രൂപ പോലും അധികം തരില്ല. അതാണ് ആക്ച്വൽ ലോസ് എത്രയാണോ അത് മാത്രം നൽകുന്നതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി എന്ന് പറയുന്നത്. ഇത് ആർക്ക് ബാധകല്ല അറിയോ? ലൈഫ് ഇൻഷുറൻസിന് ബാധകല്ല. അതിന്റെ കാരണം എന്താ? നമുക്ക് പറയാൻ പറ്റുമോ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ 2,000 രൂപയുടെ നഷ്ടമാണെന്ന് പറയാൻ കഴിയുമോ? അല്ലെ, ഒരാൾക്ക് ഒരാളുടെ മരണത്തിനല്ലല്ലോ, ഒരാളുടെ ജീവൻ നമുക്ക് ഒരിക്കലും വില നിശ്ചയിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇൻഡെംനിറ്റി എന്ന പ്രിൻസിപ്പിൾ ആർക്ക് ബാധകല്ല? ലൈഫ് ഇൻഷുറൻസിന് ബാധകല്ല. കാരണം ഒരാളുടെ ജീവന് നമുക്ക് വില നിശ്ചയിക്കാൻ പറ്റൂല. ബാക്കി എല്ലാത്തിനും ഇത് ബാധകമാണ്. അത് അവിടെ പറയുന്നത് ദിസ് പ്രിൻസിപ്പിൾസ് മെയിൻലി അപ്ലൈസ് ടു ജനറൽ ഇൻഷുറൻസ്, അഥവാ ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത ബാക്കി ഇൻഷുറൻസുകൾക്കാണ് ഇൻഡെംനിറ്റി ബാധകമായിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി വീണ്ടും ഒന്നും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യണം കേട്ടോ. അടുത്തത് എന്താണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്? ഡിസ്ക്രൈബ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അതായത് റെക്കറിംഗ്, ഈ വാക്കിന്റെ അർത്ഥം എന്താ? റിപ്പീറ്റ് ചെയ്യാന്നാണ്, അല്ലെ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരിക എന്നാണ്. നോക്കാം, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബാങ്ക് ഡെപ്പോസിറ്റ് വേർ ഫിക്സഡ് എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് എവരി മന്ത്. ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും അടക്കും, ഒരു നിശ്ചിത കാലം വരെ. ഒരു ഉദാഹരണം പറയാം, 2 വർഷം, അല്ലെ, ഞാൻ ഒരു കാലാവധി പറയാണ് 2 years. ഞാൻ എന്ത് ചെയ്യും, എല്ലാ മാസവും ഒരു 10,000 രൂപ വെച്ച് അങ്ങനെ ബാങ്കിലേക്ക് അടക്കും, എല്ലാ മാസവും കേട്ടോ. ഇപ്പൊ മാർച്ചിൽ 10,000 അടച്ചു, ഏപ്രിലിൽ 10,000 രൂപ അടച്ചു, മെയ്യിൽ, അങ്ങനെ എല്ലാ മാസവും ഇങ്ങനെ അടക്കും. ഏതുവരെ അടക്കും? 2 വർഷം വരെ. ഫിക്സ്ഡ് പീരീഡ്, അല്ലെ. ഒരു ഉദാഹരണം പറയാണ്, 2 വർഷം വരെ ഞാൻ അങ്ങനെ അടക്കും. അപ്പൊ 2 വർഷം കഴിഞ്ഞാലോ ഞാൻ അടച്ച മുഴുവൻ എമൗണ്ടും പ്ലസ് അതിന് ഒരു ഇൻട്രസ്റ്റും,
അതും കൂടെ കൂട്ടിയിട്ട് നല്ലൊരു എമൗണ്ട് എനിക്ക് തിരിച്ചു തരും. ഇതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. അതിന്റെ പ്രത്യേകത എന്താ? ഫിക്സ്ഡ് എമൗണ്ട് ഈസ് ഡെപ്പോസിറ്റഡ് എവരി മന്ത്. എല്ലാ മാസവും നമ്മൾ ഒരു കൃത്യമായിട്ട് ഒരു എമൗണ്ട്, അത് കൂടൂല കുറയില്ല കേട്ടോ. കാരണം 10,000 രൂപയാണെങ്കിൽ ആ 10,000-ൽ 1 രൂപ കൂടൂല കുറയൂല. ആ ഫിക്സ്ഡ് എമൗണ്ട് എന്ത് ചെയ്യും? കൃത്യമായിട്ട് എല്ലാ മാസവും നമ്മൾ ഇങ്ങനെ ബാങ്കിൽ കൊണ്ടുപോയിട്ടുണ്ടാക്കും അല്ലെ. അതൊരു ഫിക്സ്ഡ് പീരീഡ്, ഒരു ഉദാഹരണം പറഞ്ഞ 2 വർഷം, അങ്ങനെ ഒരു ഫിക്സ്ഡ് പീരീഡ് ഉണ്ടാവും. അറ്റ് മെച്യൂരിറ്റി, അങ്ങനെ ആ 2 വർഷം പൂർത്തിയായാൽ, ആ മെച്യൂരിറ്റി പീരീഡ് പൂർത്തിയായാൽ ഡെപ്പോസിറ്റർ റിസീവ്സ് ദ എമൗണ്ട് വിത്ത് ഇൻട്രസ്റ്റ്. ഞാൻ അടച്ച ഫുൾ എമൗണ്ട് കിട്ടും, പ്ലസ് അതോടൊപ്പം തന്നെ എന്തും കൂടെ കിട്ടും? ഇൻട്രസ്റ്റും കൂടെ കിട്ടും. ക്ലിയർ? അതാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എന്താണ് ക്രെഡിറ്റ് കൺട്രോൾ? എക്സ്പ്ലെയിൻ ക്രെഡിറ്റ് കൺട്രോൾ. നോക്കാം. ഇത് നമ്മുടെ RBI ഉണ്ടല്ലോ, സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്ന RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ RBI എടുക്കുന്ന ഒരു മെഷറാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമിയിലെ ക്രെഡിറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ പണപ്പെരുപ്പം പണച്ചുരുക്കം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അതിനൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൂളാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. ക്രെഡിറ്റ് കൺട്രോൾ റിഫേഴ്സ് ടു മെഷർ യൂസ്ഡ് ടു റെഗുലേറ്റ് എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഇൻ ദ എക്കണോമി. നമ്മുടെ എക്കണോമിയിൽ, നമ്മുടെ രാജ്യത്ത് ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടൂളാണ് ക്രെഡിറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഇംപ്ലിമെന്റഡ് ബൈ RBI. RBI ആണ് ഈ കാര്യം ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് മെയിൻറ്റെയിൻ എക്കണോമിക് സ്റ്റെബിലിറ്റി. നമ്മൾ എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ, സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരാൻ, ഇൻഫ്ലേഷൻ അഥവാ നമ്മളെ പണപ്പെരുപ്പൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ചെയ്യാറുള്ളത്. യെസ്. അടുത്തത്, എന്താണ് ക്രെഡിറ്റ് റേഷനിങ്? ഇപ്പൊ നമ്മൾ നേരത്തെ ക്രെഡിറ്റ് കൺട്രോൾ പറഞ്ഞ പോലെ തന്നെ അതിൽ വരുന്ന ഒരു ടൂളാണ് ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണത് നോക്കാം. ഇറ്റ്സ് എ മെത്തേഡ് വെർ ബാങ്ക് ലിമിറ്റ് ദ എമൗണ്ട് ഓഫ് ലോൺസ് ഗിവൺ ടു ബോറോവേഴ്സ്. ബാങ്ക് എന്ത് ചെയ്യും? ആളുകൾക്ക് കൊടുക്കുന്ന ലോൺ ലിമിറ്റ് ചെയ്യും. അതായത് ഇപ്പോ പണപ്പെരുപ്പുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചോളൂ, അഥവാ എല്ലാവരുടെ കയ്യിലും നല്ല പണം ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പണത്തിന്റെ മൂല്യം കുറഞ്ഞു വരികയെന്ന് വെച്ചോളൂ, അങ്ങനത്തെ ഒരു സാഹചര്യം. ആ സമയത്ത് എന്ത് ചെയ്യും? ക്രെഡിറ്റ് റേഷനിങ് ബാങ്കുകൾ നടപ്പാക്കും. എന്ന് പറഞ്ഞാൽ ഈ ലോൺ കൊടുക്കുന്നത് ലിമിറ്റ് ചെയ്യും. എല്ലാ ആളുകൾക്കും ലോൺ കൊടുക്കൂല. കൃത്യമായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രമേ ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ എന്താവും? സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ലോൺ കൊടുക്കാതാവുമ്പോൾ ആളുകളുടെ കയ്യിലുള്ള പണം ഇങ്ങനെ കുറഞ്ഞു വരും. അത് കൃത്യമായിട്ട് ഒരു ബാലൻസിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ അത്ര മനസ്സിലാക്കുക. ആളുകൾക്ക് ലോൺ കൊടുക്കുന്നതിനെ ലിമിറ്റ് ചെയ്യുക, കുറയ്ക്കുക, അതിനുള്ള ഒരു സിസ്റ്റമാണ് ക്രെഡിറ്റ് റേഷൻ. അതിന് പല വഴികളും ചെയ്യാറുണ്ട്. ഇപ്പോ ഒരു ഉദാഹരണം, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക, പലിശ നിരക്ക് കൂട്ടുക. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ആളുകൾ ലോൺ വാങ്ങൂല, കാരണം പലിശ കൂടുതലാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ പലതും അതുമായി ബന്ധപ്പെട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ആളുകളിലേക്ക് ലോൺ കൊടുക്കുന്നതിനെ ലിമിറ്റ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ സെലക്ടഡ് കസ്റ്റമേഴ്സിന് മാത്രമേ ഇവിടെ ലോൺ കൊടുക്കുള്ളൂ. ഇതെന്തിനാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് കൺട്രോളിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ക്രെഡിറ്റ് റേഷനിങ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത്, എന്താണ് ഫിനാൻഷ്യൽ റിസ്കും നോൺ ഫിനാൻഷ്യൽ റിസ്കും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫിനാൻഷ്യൽ റിസ്ക് ആണ് റിസ്ക് ദാറ്റ് ഇൻവോൾവ്സ് ലോസ് ഓഫ് മണി ഓർ ഫിനാൻഷ്യൽ അസറ്റ്. നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റ് അല്ലെങ്കിൽ പണം നഷ്ടപ്പെടുന്നതിനെയാണ് അല്ലെ, പണത്തിൽ വരുന്ന നഷ്ടത്തെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. എന്നാൽ നോൺ ഫിനാൻഷ്യൽ റിസ്ക്, റിസ്ക് ദാറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് മോണിറ്ററി ലോസ്. നേരിട്ട് എന്താവില്ല, പണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇടപെടൂല അല്ലെ. മോണിറ്ററി ലോസിൽ നേരിട്ട് ഇൻവോൾവ് ആകാത്തതിനെയാണ് നോൺ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾ ഓർത്തൊക്കെ, മണി, പണം അല്ലെ, പണം നഷ്ടപ്പെടുന്നതിന് ഫിനാൻഷ്യൽ റിസ്ക്, പണമല്ലാത്ത അല്ലെങ്കിൽ നേരിട്ട് പണവുമായി ഇടപെടാത്തതിനെ നോൺ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയും. ഫിനാൻഷ്യൽ റിസ്ക് ക്യാൻ ബി മെഷർഡ്. അതിന്റെ ഒരു പ്രത്യേകതയാണ്, ഫിനാൻഷ്യൽ റിസ്ക് നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും, ഇത്ര രൂപയുടെ നഷ്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ നോൺ ഫിനാൻഷ്യൽ റിസ്ക് ഡിഫിക്കൾട്ട് ടു മെഷർ, അത് മെഷർ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് എൻഡോമെന്റ് പ്ലാൻ? നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ ആണ്, ഒരു ടൈപ്പാണ് എൻഡോമെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി. ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ ഒരു ഭാഗമാണ്, ഒരു ടൈപ്പാണ്. ദാറ്റ് പ്രൊവൈഡ് ബോത്ത് ഇൻഷുറൻസ് ആൻഡ് സേവിങ്സ്. രണ്ടും പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഇൻഷുറൻസും കിട്ടും, സേവിങ്സും കിട്ടും. അതെങ്ങനെ പരിപാടി നോക്കാം കേട്ടോ. അതായത് ഇപ്പോ ഞാൻ എൻഡോമെന്റ് പ്ലാൻ എടുത്തു എന്ന് വെച്ചോളൂ. അങ്ങനെ ഞാൻ മരണപ്പെട്ടാൽ, ഇൻഷുർഡ് ഡൈസ്, ആ ഇൻഷുറൻസ് എടുത്ത ആൾ മരണപ്പെട്ടാൽ എന്ത് ചെയ്യും? എൻ്റെ ഫാമിലിക്ക് അല്ലെ, എൻ്റെ നോമിനിക്ക്
ആ എമൗണ്ട് കിട്ടും. എത്രയാണോ നമ്മൾ പറഞ്ഞ എമൗണ്ട്, ആ സം അഷ്യോർഡ് റിസീവ് ആർക്ക് കിട്ടും? നോമിനിക്ക് കിട്ടും. അപ്പൊ അതെന്തായി? ഇൻഷുറൻസ് ആയി, ഒരു പ്രൊട്ടക്ഷൻ ആയി അല്ലെ, എന്റെ ഫാമിലിയുടെ ഒരു പ്രൊട്ടക്ഷൻ ആയി. അപ്പൊ അതാണ് ആദ്യം പറഞ്ഞത്, നമുക്കൊരു ഇൻഷുറൻസ് അഥവാ പ്രൊട്ടക്ഷൻ അവിടെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ സേവിങ്സ്. ഇനി ഞാൻ മരണപ്പെട്ടില്ല എന്ന് വെച്ചോളൂ, ഒരു 30 വർഷത്തിനാണ് നമ്മൾ ഇൻഷുർ എടുത്തത്. അങ്ങനെ 30 വർഷം പൂർത്തിയായാൽ ആർക്ക് തന്നെ പൈസ കിട്ടും? ആ അടക്കുന്ന എനിക്ക് തന്നെ പൈസ കിട്ടും. ഇഫ് ദ ഇൻഷുർഡ് സർവൈവ് ദ പോളിസി ടേം, ആ കാലാവധി പൂർത്തിയാക്കിയാൽ എന്ത് ചെയ്യും? ദ മെച്ചൂരിറ്റി ബെനിഫിറ്റ് ഈസ് പെയ്ഡ്. അപ്പൊ എന്ത് ചെയ്യും? എനിക്ക് തന്നെ പൈസ കിട്ടും. മെച്ചൂരിറ്റി പറഞ്ഞാൽ ആ ഡേറ്റ് കഴിയാം. ആ ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പണം എനിക്ക് തന്നെ കിട്ടും. ഇവിടെ ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കാം കേട്ടോ. അതോ ഇവിടെ എൻഡോമെന്റ് പ്ലാൻ ആണ്, അവിടെ രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന് ഇൻഷുറൻസ്, അവിടെ നിങ്ങൾ പ്രൊട്ടക്ഷൻ എഴുതി വെക്കുക കേട്ടോ, പ്രൊട്ടക്ഷൻ. അതുപോലെ തന്നെ സേവിങ്സ്. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പീരീഡിന് ഇപ്പൊ 30 വർഷത്തേക്കാണ് ഇൻഷുർ എടുത്തത്. ആ 30 വർഷത്തിനുള്ളിൽ ഇൻഷുറർ എടുത്ത ആള് എന്ത് ചെയ്യും? ഇൻഷുറൻസ് എടുത്ത ആള് മരണപ്പെട്ടാൽ അയാളുടെ നോമിനിക്ക് പൈസ കിട്ടും. അപ്പൊ അവരുടെ ഫാമിലിയെ ഒരു പ്രൊട്ടക്ട് ചെയ്യലാണ് അല്ലെ, ഫാമിലി കിട്ടുന്ന ഒരു വലിയൊരു ആശ്വാസമാണ് ഇൻഷുറൻസ്. അപ്പൊ ആ കേസിൽ ഇൻഷുറൻസ് എന്താണ്? ഒരു പ്രൊട്ടക്ഷൻ ആണ്. അതാണ് ഇവിടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി രണ്ടാമത്തെ കേസ്, 30 വർഷം പൂർത്തിയായി. 30 വർഷം പൂർത്തിയായി. അപ്പൊ എന്ത് ചെയ്യും? ആ ഇൻഷുർ അടച്ച ആള്, ഇൻഷുർഡിന് തന്നെ ആ പണം കിട്ടും. അപ്പൊ അതെന്തായിട്ട് മാറി? സേവിങ്സ് ആയി മാറി അല്ലെ. ഇപ്പൊ നമ്മൾ ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യലും ആയിട്ട് മാറി. അപ്പൊ ഇതിന് രണ്ടിനും സാധ്യതയുള്ള പോളിസിക്കാണ് എൻഡോമെന്റ് പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം, സ്റ്റേറ്റ് എനി ടു യൂട്ടിലിറ്റി സർവീസ് ഓഫേർഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക് കൊടുക്കുന്ന രണ്ട് യൂട്ടിലിറ്റി സർവീസുകൾ. അഥവാ സാധാരണ ബാങ്കിന്റെ ഡ്യൂട്ടി എന്താ? ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോൺ കൊടുക്കുക അല്ലെ. അതിനൊക്കെ പുറമെ പല യൂട്ടിലിറ്റി സർവീസുകളും ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ഒന്ന്, ലോക്കർ ഫെസിലിറ്റി അല്ലെ. നമ്മുടെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വീടിന്റെ ആധാരം, ഗോൾഡ് അല്ലെ, അങ്ങനെ പല വാല്യബിൾ ആയിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ബാങ്കിൽ ലോക്കറുകൾ ഉണ്ടാവും, അതിൽ കൊണ്ടുപോയിട്ട് സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ ATM സർവീസ് അല്ലെ, ബാങ്ക് ചെയ്യുന്ന മറ്റൊരു യൂട്ടിലിറ്റി സർവീസാണ് ATM. നമുക്ക് ഏത് സമയത്ത് പോയിട്ട് പണം എടുക്കാനും, ഈ CDM ആണെങ്കിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെ, ഡിജിറ്റൽ ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ് എന്നൊക്കെ പറയാൻ പറ്റും. നമുക്ക് 24/7 അല്ലെ, ഫുൾ ടൈം നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സഹായിക്കും. പിന്നെ ഫണ്ട് ട്രാൻസ്ഫർ സർവീസ് അല്ലെ, പല ആവശ്യങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കുന്നത്. ഇതൊക്കെയാണ് ബാങ്ക് ചെയ്യുന്ന യൂട്ടിലിറ്റി സർവീസുകൾ കേട്ടോ. അടുത്ത ചോദ്യം, ലിസ്റ്റ് ഔട്ട് 4 ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെന്റ്. എൻഡോഴ്സ്മെന്റിന്റെ 4 ടൈപ്സ് ചോദിച്ചിരിക്കുന്നു. ഒന്ന് ബ്ലാങ്ക് എൻഡോഴ്സ്മെന്റ്, സ്പെഷ്യൽ എൻഡോഴ്സ്മെന്റ്, റെസ്ട്രിക്റ്റീവ് എൻഡോഴ്സ്മെന്റ്, കണ്ടീഷണൽ എൻഡോഴ്സ്മെന്റ് അല്ലെ. അങ്ങനെ 4 ടൈപ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ. അടുത്ത ചോദ്യം, എന്താണ് ഇൻഷുറൻസ്? ഇറ്റ് ഈസ് എ കോൺട്രാക്ട്. അവിടെ നമ്മൾ പറയേണ്ട ഒരു വാക്ക്, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ഇൻ വിച്ച് ഇൻഷുറർ, ഒരാളായിട്ടോ, ഇൻഷുറർ ആരാ? ആ ഇൻഷുറൻസ് കമ്പനിയെ പറയുന്ന പേരാണ് ഇൻഷുറർ. പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് റിസ്ക്. എന്തെങ്കിലും റിസ്ക് വന്നാൽ, ഡാമേജ് വന്നാൽ എന്ത് തരും? ഒരു പ്രൊട്ടക്ഷൻ അവർ ഉറപ്പ് തരും. ആര് തരും? ഇൻഷുറർ അഥവാ ഇൻഷുറൻസ് കമ്പനി. ആർക്ക് തരും? ദ ഇൻഷേർഡ്. അതും കൂടെ ഓർത്ത് വെക്കണം, ഇൻഷേർഡ് അഥവാ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾ. ഇപ്പൊ നമ്മളൊക്കെ ആരാണ്? ഇൻഷുർഡ് ആണ് അല്ലെ. നമ്മൾക്ക് ഇൻഷുറൻസ് എടുക്കുന്ന ആളുകളാണ്, നമ്മളെ വിളിക്കുന്ന പേരാണ് ഇൻഷുർഡ്. ആ ഇൻഷുറൻസ് തരുന്ന കമ്പനിയെ പറയുന്ന പേരാണ് ഇൻഷുറർ. അപ്പൊ ഇൻഷുററും ഇൻഷുർഡും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ്. എന്തിന്? പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് റിസ്ക് ഓർ ലോസ് അല്ലെ. എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ അല്ലെ, അത് നികത്തി തരാം, അത് പ്രൊട്ടക്ട് ചെയ്തു തരാം എന്ന് ഇൻഷുറൻസ് കമ്പനി അഥവാ ഇൻഷുറർ പറയുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയാ. നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ അഥവാ ഇൻഷുർഡ് എന്ത് ചെയ്യും? പേ എ പ്രീമിയം. കണ്ടോ, പ്രീമിയം. നമ്മൾ ഒരു എമൗണ്ട് കൊടുക്കും അല്ലെ. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ വാഹനത്തിന്, ബൈക്കിന് ഇൻഷുർ എടുക്കുക, നമ്മൾ 2000 രൂപ കൊടുക്കും. ആ കൊടുക്കുന്ന പൈസക്കാണ് പ്രീമിയം എന്ന് പറയാം. അങ്ങനെ ഒരു പ്രീമിയം ആര് കൊടുക്കും? ഇൻഷുർഡ് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ ആ കോമ്പൻസേഷൻ നമുക്ക് കിട്ടും അല്ലെ. നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ എത്രയാണോ നഷ്ടം, ആ നഷ്ടം നമുക്ക് തരും. അപ്പൊ അങ്ങനെ എടുക്കുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയാ. പഠിച്ചു വെക്കണം കേട്ടോ. അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് FDI അഥവാ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ്? FDI എന്താണ് നോക്കാം. ഇറ്റ് ഈസ് എ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഫോറിൻ കമ്പനി ഓർ ഇൻഡിവിജ്വൽ ഇൻ എ ബിസിനസ് ഓഫ് അനദർ കൺട്രി.
വിദേശത്തുള്ള ഒരു കമ്പനി, അല്ലെ, വിദേശത്തുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തി അവര് മറ്റൊരു രാജ്യത്തുള്ള ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു ഉദാഹരണം, നമ്മള് യൂസുഫ് അലി, അദ്ദേഹം ലുലുമാള് ഇപ്പൊ ഗൾഫിൽ തുടങ്ങി. അതൊരു FDI ആണ്, അല്ലെ. ഇന്ത്യയിലുള്ള ഒരാള് ഗൾഫിലുള്ള ഒരു സ്ഥലത്ത് ദുബായിൽ പോയിട്ട് ലുലുമാള് തുടങ്ങി. അതൊരു FDI ആണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പൊ KFC ചിക്കിങ്, ഇതൊന്നും നമ്മൾ ഇന്ത്യൻ കമ്പനി അല്ലല്ലോ, വിദേശത്തുള്ള കമ്പനികൾ ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്, അതൊരു FDI ആണ്. അപ്പോൾ ഒരു ഫോറിൻ കമ്പനി, അല്ലെ, ഒരു രാജ്യത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെയാണ് FDI എന്ന് പറയുന്നത്. ഹെൽപ്സ് എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ബിസിനസ് ഗ്രോത്ത്. ബിസിനസിന്റെ ഡെവലപ്മെന്റിനും ഗ്രോത്തിനും ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇത് തിരിച്ചു മറിച്ച് ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരാൾ പുറത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വരും, അതുപോലെ പുറത്തത്തെ ഒരാൾ, വിദേശത്തുള്ള ഒരാൾ ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ FDI പെടുന്നതാണ് കേട്ടോ. അടുത്തത് explain claim settlement ratio. Claim settlement ratio. Claim settlement ratio is the percentage of insurance claim settled by insurance company. അതായത് നോക്കി ഒരു ഇൻഷുറൻസ് കമ്പനി, ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മൾ ABC എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. അവരൊരുപാട് ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവര് ഒരു വർഷം, ഇപ്പൊ 2025-26 വർഷത്തില്, ശ്രദ്ധിക്കട്ടെ, 2025-26 വർഷത്തില് ഒരു ആ കമ്പനിയിൽ ഒരു 50 ക്ലെയിമുകൾ ഉണ്ടായി, അഥവാ 50 ലോസുകൾ, ഡാമേജുകൾ ഉണ്ടായി. ആ 50ഉം അവരെന്ത് ചെയ്തു? ക്ലെയിം ചെയ്തു കൊടുത്തു, പണം കൊടുത്തു. അപ്പൊ നമുക്ക് പറയാം 100% ആ കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ. കാരണം 50 കേസ് ഉണ്ടായി, 50 അവരെന്ത് ചെയ്തു? ഫണ്ട് കൊടുത്തു, ക്ലിയർ ആയി. അപ്പൊ നമുക്ക് പറയാം അത് നല്ലൊരു കമ്പനിയാണ്, അവർ കംപ്ലീറ്റ് ആളുകൾക്കും ക്ലെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സപ്പോസ് ആ കമ്പനി തന്നെ 50 കേസ് ഉണ്ടായി, അതിൽ 25 അവർ കൊടുത്തിട്ടുള്ളൂ, ബാക്കി 25 പെൻഡിങ്ങിലാണ്, ഒരു ഉദാഹരണം. അപ്പൊ നമുക്ക് പറയാം അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എത്രയാണ്? 50% അല്ലെ. കാരണം 50 കേസ് ഉണ്ടായിട്ട് ആകെ പകുതി അവർ ക്ലെയിം ചെയ്തിട്ടുള്ളൂ, പൈസ കൊടുത്തിട്ടുള്ളൂ, ബാക്കി പെൻഡിങ്ങിലാണ്. അപ്പൊ നമുക്ക് പറയാം അവരുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എത്രയാണ്? 50%. അപ്പൊ അത് എത്ര നല്ലൊരു കമ്പനി എല്ലാം നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെ. അപ്പൊ എന്താണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ? ഇറ്റ് ഈസ് ദ പെർസെന്റേജ് ഓഫ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന പെർസെന്റേജ് ആണ്, സെറ്റിൽഡ് ബൈ an ഇൻഷുറൻസ് കമ്പനി. അപ്പൊ ഒരു ഇൻഷുറൻസ് കമ്പനി അവർക്ക് വരുന്ന ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യുന്ന റേഷ്യോ ആണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ദ ടോട്ടൽ ക്ലെയിംസ് റിസീവ്ഡ്, അല്ലെ, അവർക്ക് കിട്ടിയ ടോട്ടൽ ക്ലെയിം, നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു, 50 ക്ലെയിം കിട്ടി, അതിൽ എത്ര അവർ കൊടുത്തു, എത്ര പെൻഡിങ് ഉണ്ട്, അല്ലെ. അപ്പൊ അവർക്ക് വന്ന ടോട്ടൽ ക്ലെയിമിൽ എത്ര അവർ സെറ്റിൽ ചെയ്തു, എത്ര അവർ നൽകി എന്ന് പറയുന്നതിനെയാണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ റിലയബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് ഇൻഷുറർ. ഇത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ, 100% ഒരു കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ആണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയാം, അല്ലെ. ആ കമ്പനി വളരെ ഉഷാറാണ്, കാരണം അവർ എല്ലാ ക്ലെയിമും കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വേറെ കമ്പനിയുടെ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഒക്കെ വെറും 10% ഉള്ളൂ എന്ന് വെച്ചോളി, അപ്പൊ നമുക്ക് പറയാം അതൊരു ഉടായ്പ കമ്പനിയാണ്, അല്ലെ. 10%, കാരണം വളരെ കുറഞ്ഞ ക്ലെയിം അവർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ആ ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ വെച്ചിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ റിലയബിലിറ്റി എഫിഷ്യൻസി ഒക്കെ മെഷർ ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യം, ഡിസ്കസ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമേറ്റ് കോസ്റ്റ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസിൽ പെട്ട ഒന്നാണ് കേട്ടോ. അതെല്ലാം നമ്മൾ താഴെ പറയുന്നുണ്ട്. അതിൽ പ്രോക്സിമേറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഏത് കാരണത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇൻഷുർ ചെയ്തത്, ആ കാരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായിട്ടില്ല? ഞാൻ എൻ്റെ ബിസിനസ് ഫയർ ഇൻഷുറൻസ് ചെയ്തു. എന്താ ഫയർ ഇൻഷുറൻസ് പറഞ്ഞാൽ, അല്ലെ, തീപിടുത്തം ഉണ്ടായി നശിച്ചാൽ എനിക്കത് പരിഹരിച്ചു തരണം. അങ്ങനെ ഞാൻ ഫയർ ഇൻഷുറൻസ് ചെയ്ത് ഉഷാറായിട്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെ പെട്ടെന്ന് ഒരു പ്രളയം ഉണ്ടായി, അല്ലെ, ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി, എന്റെ ബിസിനസ് ആകെ തകർന്നു. എനിക്ക് പൈസ കിട്ടുമോ? കിട്ടൂല. കാരണം എന്താ? ഞാൻ പ്രളയത്തിന് വേണ്ടിയിട്ട് ഇൻഷുർ ചെയ്തിട്ടില്ല, അല്ലെ ഉരുൾപൊട്ടലിന് വേണ്ടിയിട്ട് ഇൻഷുർ ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തത് എന്തിനാ? തീപിടുത്തം ഉണ്ടായാലാ ചെയ്തത്. അപ്പൊ തീപിടുത്തം ഉണ്ടായാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കഴിയുള്ളൂ. വേറെ എന്ത് ലോസ് വന്നാലും, ഒരു ഭൂമി കുലുക്കം ഉണ്ടായി, പ്രളയം ഉണ്ടായി, ഉരുൾപൊട്ടൽ ഉണ്ടായി, എന്ത് വന്നിട്ടും കാര്യമല്ല, എനിക്ക് കിട്ടൂല. അപ്പൊ ഏത് കാരണത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇൻഷുർ ചെയ്യുന്നത്, ആ കാരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റൂ. ആ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ്
പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു പേരുണ്ട്, കോക്സ പ്രോക്സിമ എന്ന് പറയാറുണ്ട് കേട്ടോ. കോക്സ പ്രോക്സിമ അങ്ങനെ ഒരു പേരും കൂടെ അതിലുണ്ട് കേട്ടോ. ഇസ് ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ഐഡന്റിഫൈ ദ മെയിൻ കോസ് ഓഫ് ലോസ് ഇൻ ഇൻഷുറൻസ് ക്ലെയിം. ഇൻഷുറൻസ് ക്ലെയിമിലെ എന്താണ് മെയിൻ കാരണം, ആ കാരണത്തെ പറയുന്നതിനെയാണ് പ്രോക്സിമേറ്റ് കോസ് എന്ന് പറയുന്നത്. Compensation is paid only if the main cause is covered under the policy. കണ്ടോ, എന്താണ് ആ മെയിൻ കോസ്, എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഷുർ ചെയ്തത്, ആ കാരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. വേറെ എന്ത് റീസൺ ഉണ്ടായാലും നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. അടുത്തൊരു ചോദ്യം, സ്റ്റേറ്റ് any 4 features of term plan. ടേം പ്ലാൻ നോക്കാം. ഇതും ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻഷുറൻസ് അല്ലെ, നമ്മൾ എൻഡോൺമെന്റ് പോളിസിയെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ടേം പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസ് പോളിസിയുടെ ഭാഗമാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രീമിയം കുറവായിരിക്കും, ലോ പ്രീമിയം ആയിരിക്കും, ഹൈ ഇൻഷുറൻസ് കവറേജ്, നമുക്ക് കിട്ടുന്ന എമൗണ്ട് വലിയൊരു എമൗണ്ട് ആയിരിക്കും, പ്രൊട്ടക്ഷൻ ഫോർ എ ഫിക്സ്ഡ് പീരീഡ്, ഒരു ഇത്ര വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെക്കുന്ന ഒരു ഇൻഷുറൻസ് ആണ്. യൂഷ്വലി നോ മെച്യൂരിറ്റി ബെനിഫിറ്റ് ഇഫ് ദ പോളിസി ഹോൾഡർ സർവൈവ്സ്. ഇതിൽ പലപ്പോഴും മെച്യൂരിറ്റി ബെനിഫിറ്റ് കിട്ടാറില്ല. എന്ന് പറഞ്ഞാൽ ഈ ടേം പ്ലാൻ അനുസരിച്ച് നമ്മൾ ഇതനുസരിച്ച് ഇൻഷൂർ എടുത്തു കഴിഞ്ഞാൽ ആൾ മരണപ്പെട്ടതിന് ശേഷം അയാളുടെ ഫാമിലിക്കാണ് ആ എമൗണ്ട് കിട്ടുക. അപ്പൊ അയാൾക്ക് മെച്യൂരിറ്റി പീരീഡ് ഒന്നും കഴിഞ്ഞാൽ അയാൾക്ക് പൈസ കിട്ടൂല, അടുത്ത ആൾ കിട്ടൂല, പലപ്പോഴും അത് അയാളുടെ ഫാമിലിക്കായിരിക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുക. ഓക്കെ, അപ്പൊ അതാണ് ടേം പ്ലാൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിസ്റ്റ് ഔട്ട് ഫോർ നോൺ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം. ഇപ്പൊ ഇൻഷുറൻസ് നമ്മൾ കുറെ പറഞ്ഞു അല്ലെ, ഈ ഏതാണ് നോൺ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം, ഇൻഷുറൻസ് അല്ലാത്ത ഏതൊക്കെ ഉണ്ട്? ഒന്ന് ഫയർ ഇൻഷുറൻസ് അല്ലെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോട്ടോർ ഇൻഷുറൻസ്, നമ്മൾ വാഹനങ്ങൾക്കൊക്കെ എടുക്കുന്നത് മോട്ടോർ ഇൻഷുറൻസ്. മറൈൻ ഇൻഷുറൻസ്, മറൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷിപ്പിലെ കപ്പലുകൾക്കൊക്കെ എടുക്കുന്നത് മറൈൻ ഇൻഷുറൻസ്. പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ലൈഫ് ഇൻഷുറൻസ് അല്ലാത്ത ഒരു 4 എക്സാമ്പിൾ. ഇനി ലാസ്റ്റ് ഒരു ചോദ്യം, ലിസ്റ്റ് ഔട്ട് ദ കീ എലമെന്റ്സ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ എലമെന്റ്സ് ഏതൊക്കെയാണ്, അഥവാ അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻഷുറർ. ആരാ ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി. 2 ഇൻഷേർഡ്. ആരാ ഇൻഷേർഡ്? ഇൻഷുറൻസ് എടുത്ത ആള് അല്ലെ, പോളിസി ഹോൾഡർ. 3 പ്രീമിയം അല്ലെ, ഇൻഷേർഡ് പോളിസി എടുക്കുന്ന ആള് ആ കമ്പനിക്ക് കൊടുക്കുന്ന പൈസക്കാണ് എന്ത് പറയാ, പ്രീമിയം എന്ന് പറയാ. അടുത്ത പോളിസി അല്ലെങ്കിൽ കോൺട്രാക്ട്. ആര് തമ്മില്? ഇൻഷുററും ഇൻഷുർഡ് തമ്മിലുള്ള കോൺട്രാക്ട് അല്ലെ. ഈ 4 എലമെന്റ് ആണ് ഇൻഷുറൻസിന് ഉണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ 5 മാർക്ക് തന്നെ ചിലപ്പോൾ ഇത് എന്ത് ചെയ്യും, 10 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. റെഡി അല്ലേ? എല്ലാവരും നോക്കുക കേട്ടോ. 5 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഒന്നാമത്തത്, ഷോർട്ട് നോട്ട് ഓൺ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ബാങ്ക്. ബാങ്കിലുള്ള അക്കൗണ്ട്സുകൾ ഏതൊക്കെയാണ്? ഒരുപാട് അക്കൗണ്ട്സുകൾ ഉണ്ട് കേട്ടോ. അതിൽ ചിലത് നമ്മളൊന്ന് പറയാം. ഒന്ന്, സേവിങ്സ് അക്കൗണ്ട്. നമ്മളൊക്കെ സാധാരണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് സേവിങ്സ് അക്കൗണ്ട് എന്നാണ് പറയാം. നോക്കുക, ഓപ്പൺ ബൈ ഇൻഡിവിജ്വൽസ് ടു സേവ് മണി ആൻഡ് ഏൺ ഇൻട്രസ്റ്റ് അല്ലെ. നമ്മുടെ പണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അതിന്റെ മേലിൽ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എടുക്കുന്ന അക്കൗണ്ടാണ് സേവിങ്സ് അക്കൗണ്ട്. ഈ സേവിങ്സ് അക്കൗണ്ടിന് പൊതുവെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും കേട്ടോ. സോറി, ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അപേക്ഷിച്ച് കുറവായിരിക്കും സേവിങ്സ് അക്കൗണ്ടിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽസ് നമ്മളൊക്കെ സാധാരണ എടുക്കുന്നത് ഈ സേവിങ്സ് അക്കൗണ്ട് ആണ്. രണ്ടാമത്തത് കറന്റ് അക്കൗണ്ട്. ഇത് ബിസിനസ്സുകളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. എന്താ ബിസിനസിന്റെ പ്രത്യേകത? അവർക്ക് ഒരു ദിവസം തന്നെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ചെയ്യേണ്ടി വരും അല്ലെ. കുറെ പൈസ ബാങ്ക് ഇടേണ്ടി വരും, കുറെ പൈസ ബാങ്കിൽ നിന്ന് എടുക്കേണ്ടി വരും, അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് വേണ്ടി വരും. അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിന് വേണ്ടിയിട്ട് ഈ ബിസിനസ്സുകൾ ഉണ്ടാക്കുന്നതാണ് കറന്റ് അക്കൗണ്ട്. ഈസ് മെയിൻലി യൂസ്ഡ് ബൈ ബിസിനസ്. കണ്ടോ, ബിസിനസ് പീപ്പിൾസ് ആണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. എന്തിന്? ഫോർ ഫ്രീക്വന്റ് ട്രാൻസാക്ഷൻ അല്ലെ, കുറെ ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സേവിങ്സ് അക്കൗണ്ടിൽ ലിമിറ്റ് ഉണ്ട്, ഒരു ദിവസം ഇത്ര എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ കറന്റ് അക്കൗണ്ടിൽ അങ്ങനത്തെ ഒരു ലിമിറ്റും ഇല്ല. കാരണം ബിസിനസ്സുകൾക്ക് അങ്ങനെ ലിമിറ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലെ. ചിലപ്പോൾ 100 കണക്കിന് ട്രാൻസാക്ഷൻസ് ഒരു ദിവസം അവർ ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു ലിമിറ്റും ഇല്ലാത്ത അക്കൗണ്ട് ആണ് കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് ചെറിയൊരു ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതോ ആയിരിക്കും ഏത് കറന്റ് അക്കൗണ്ടിന് കേട്ടോ. ഇനി മൂന്നാമത്തത്, കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഇതാണ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് allow customer to deposit money for a fixed period. ഒരു ഫിക്സ്ഡ് പീരീഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. ഒരു ഉദാഹരണം 2 വർഷം അല്ലെ. 2 വർഷത്തേക്ക് ഇപ്പൊ ഞാനൊരു 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ബാങ്കിൽ അല്ലെ, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. 2 വർഷം എന്നാണ് അവിടെ ഫിക്സ്ഡ് പീരീഡ് വന്നത്.
അപ്പൊ ഇനി 2 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ആ പൈസ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ, അതിന്റെ ഇടയിൽ എടുക്കാൻ കഴിയില്ല. ഫിക്സ്ഡ് പീരീഡിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷെ അതിന്റെ മെച്ചം എന്താണ്? ഹയർ ഇൻട്രസ്റ്റ്. അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആ ക്യാഷ് എടുക്കുമ്പോൾ ഞാൻ അയച്ച 2 ലക്ഷം മാത്രമല്ല, അതിന്റെ പുറമെ നല്ലൊരു ഇൻട്രസ്റ്റ് കൂടെ എനിക്ക് കിട്ടും. കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലാണ്. പിന്നെ അടുത്തത് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്. ഓർമ്മ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് എന്നുള്ള അർത്ഥം ഞാൻ പറഞ്ഞു അല്ലെ. ഒരു ഫിക്സ്ഡ് എമൗണ്ട് എല്ലാ മാസം നമ്മൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ അടക്കും. ഒരു ഫിക്സ്ഡ് പീരീഡ് ഉണ്ടാവും, ആ പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ടും ഇൻട്രസ്റ്റും തിരിച്ചെടുക്കാൻ പറ്റും. റെഡി അല്ലേ? നീ ഈ പറഞ്ഞ ഓരോന്നും ഇപ്പൊ നമ്മൾ 4 അക്കൗണ്ട് പറഞ്ഞു, സേവിങ്സ്, കറന്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ്. നീ ഉണ്ടോ വേറെയും കുറെ ഉണ്ട് അല്ലേ. ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ച NRI അക്കൗണ്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം, നോൺ റെസിഡന്റിന്റെ അക്കൗണ്ട് അല്ലെ, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ 4നെ ഒന്നും കൂടെ വിശദീകരിക്കാണ്. സേവിങ്സ് അക്കൗണ്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, യൂഷ്വലി ഹാവ് വിഡ്രോവൽ ലിമിറ്റ്. ഇതിന് ഇത്ര എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, പിൻവലിക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റും ഞാൻ പറഞ്ഞു, ഒരു മോഡറേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്, ഒരു കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് എവിടെ ഉണ്ടാവുള്ളൂ? സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ അല്ലെ. നല്ല റേറ്റ് കിട്ടൂല, എന്നാൽ പറ്റ മോശമല്ല, അങ്ങനത്തെ ഒരു മിഡിൽ ലെവൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും സേവിങ്സ് അക്കൗണ്ടിൽ ഉണ്ടാവുക. ഇനി അടുത്ത കറന്റ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു, ജനറലി ഡു നോട്ട് പ്രൊവൈഡ് ഇൻട്രസ്റ്റ് അല്ലെ, കാരണം അത് ബിസിനസ്സുകൾ ഡീൽ ചെയ്യുന്ന അക്കൗണ്ട് ആണ്, ഒരുപാട് ട്രാൻസാക്ഷൻസ് അതിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പലപ്പോഴും അതിൽ ഇൻട്രസ്റ്റ് നൽകാറില്ല. ഓക്കെ, അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആണ് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ. കറന്റ് അക്കൗണ്ട് ആണെങ്കിൽ അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ, അവർക്ക് എത്ര ട്രാൻസാക്ഷൻസ് ഒരു ദിവസം ചെയ്യാം, അതിനൊരു ലിമിറ്റ് ഉണ്ടാവില്ല. പിന്നെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നമ്മൾ പറഞ്ഞു, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കമ്പയർഡ് മറ്റേ അക്കൗണ്ടിനൊക്കെ അപേക്ഷിച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നതാണ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. പിന്നെ റെക്കറിംഗ് ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരു റെഗുലർ സേവിംഗ് ഹാബിറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്. എല്ലാ മാസം കൃത്യമായിട്ട് നമ്മൾ ഒരു എമൗണ്ട് ഇങ്ങനെ അടച്ചു കൊടുക്കുക, ആ പീരീഡ് കഴിഞ്ഞാൽ ആ എമൗണ്ടും അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടെ നമുക്ക് തിരിച്ചു കിട്ടും. ഇനി അടുത്തൊരു ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ചെക്ക്. ഒരു ചെക്കിന് ഉണ്ടാവേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ചെക്ക് അറിയാലോ അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് ബാങ്കില് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് എഴുതി കൊടുക്കും. അപ്പൊ ആ ചെക്ക് ചെയ്തിട്ട് പോയാൽ അയാൾക്ക് ആ ക്യാഷ് കൊടുക്കും. അപ്പൊ ഒരു ചെക്കിന് ഉണ്ടാവേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഇറ്റ്സ് എ റിട്ടൺ ഓർഡർ ഡയറക്റ്റിംഗ് ബാങ്ക് ടു പേ സർട്ടൻ എമൗണ്ട് ഓഫ് മണി. എന്താണ് ചെക്ക്? ചെക്കിന്റെ ഒരു ഡെഫിനേഷൻ ആട്ടോ. ഇറ്റ്സ് എ റിട്ടൺ ഓർഡർ, അത് നമ്മൾ ഒരു എഴുതി തയ്യാറാക്കുന്ന ഒരു ഓർഡർ ആണ്. ഡയറക്റ്റിംഗ് എ ബാങ്ക് ടു പേ സർട്ടൻ എമൗണ്ട് ഓഫ് മണി അല്ലെ. ആ ചെക്ക് കൊണ്ടേ കൊടുത്ത് എന്ത് ചെയ്യും? ആ പണം എത്രയാണോ അത് ബാങ്ക് കൊടുക്കും. അപ്പൊ ബാങ്കിന് ഇത്ര എമൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലെ, ബാങ്ക് ഇത്ര എമൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കുന്ന ഒരു ഓർഡറിനെയാണ് ചെക്ക് എന്ന് വിളിക്കുന്നത്. ഇറ്റ് മസ്റ്റ് ബി ഡ്രോൺ ഓൺ സ്പെസിഫിക് ബാങ്ക്. അത് ഈ ചെക്കിന് ഉണ്ടാവേണ്ട ചില ഫീച്ചേഴ്സ് പറയണം. ഒന്ന്, കൃത്യമായിട്ട് ഒരു ബാങ്കിൻ്റെതാവണം. SBI അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, അങ്ങനെ കൃത്യമായിട്ട് ഒരു ബാങ്ക് അതിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ആ ബാങ്കിൽ ആർക്ക് അക്കൗണ്ട് ഉണ്ടാവും വേണം? ഡ്രോയർ ആരാ? ആ ചെക്ക് കൊടുക്കുന്ന ആള്, അതിന്റെ മുതലാളി അഥവാ അക്കൗണ്ട് ഹോൾഡർ അല്ലെ, അയാൾ അക്കൗണ്ടിലാണ് പൈസ ഉള്ളത്. അപ്പൊ ഡ്രോയറുടെ കൃത്യമായിട്ടുള്ള അക്കൗണ്ട് ഉള്ള ഒരു ബാങ്ക് ആയിരിക്കണം ആ ചെക്ക് പ്രൊവൈഡ് ചെയ്യുക അല്ലെ. പിന്നെ അടുത്ത, ചെക്ക് മസ്റ്റ് ബി സൈൻഡ് ബൈ അക്കൗണ്ട് ഹോൾഡർ അഥവാ ഡ്രോയർ. ആ ഡ്രോയർ അതിൽ ഒപ്പിട്ടണം. വെറുതെ ചെക്ക് കൊണ്ടിട്ട് കാര്യമല്ല അല്ലെ, അയാൾ കൃത്യമായിട്ട് അതിൽ സൈൻ ചെയ്തിരിക്കണം. അടുത്തത്, ദ എമൗണ്ട് ടു ബി പെയ്ഡ് മസ്റ്റ് ബി ക്ലിയർലി മെൻഷൻഡ്. എത്രയാണ് എമൗണ്ട് എന്നുള്ളതും ആ ചെക്കിൽ മെൻഷൻ ചെയ്യണം. കണ്ട, എമൗണ്ട് ടു ബി പെയ്ഡ്, എത്ര എമൗണ്ട് ആണ് അല്ലെ, ഇയാൾക്ക് 10,000 രൂപ കൊടുക്കുക, 10,000, അങ്ങനെ എമൗണ്ട് എത്ര എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്യണം. അടുത്തത്, നെയിം ഓഫ് ദ പേയി ഷുഡ് ബി സ്പെസിഫൈഡ് ഇൻ ദ ചെക്ക്. ഓക്കെ, ആ എമൗണ്ട് കൊടുക്കേണ്ട ആളുണ്ട്, അതും കൃത്യമായിട്ട് അതിൽ റെക്കോർഡ് ചെയ്തിരിക്കണം. Then check must be unconditional and payable on demand. അഥവാ അൺകണ്ടീഷണൽ ആയിരിക്കണം. അഥവാ ചെക്ക് എപ്പോഴാണോ കൊടുക്കുന്നത് ആ കാര്യങ്ങൾക്ക് അനുസരിച്ച് അത് കൊടുക്കും. അഥവാ ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറയാം കേട്ടോ. അപ്പൊ ഞാൻ ഒരു ചെക്ക് എഴുതി കൊടുത്തു, ഞാൻ പറയാണ് നാളെ മഴ പെയ്താൽ ഈ ചെക്ക് കൊടുക്കണം, നാളെ മഴ പെയ്താൽ ഈ ചെക്ക് കൊടുക്കണം. ആ ചെക്ക് വാലിഡ് അല്ല. കാരണം എന്താ? ഞാൻ അവിടെ ഒരു കണ്ടീഷൻ വെച്ചുകൊള്ളു അല്ലെ, നാളെ മഴ പെയ്താലേ ആ ചെക്ക് കൊടുക്കുള്ളൂ. അത് പറ്റൂല. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ പാടില്ല ചെക്കുമ്പോൾ. അതാണ് അൺകണ്ടീഷണൽ എന്ന് പറയുന്നത്. യെസ്. അടുത്തത്, ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ദ ഡേറ്റ് കൃത്യമായിട്ട് അതിൽ സ്പെസിഫൈ ചെയ്യണം. ഒരു ചെക്കിന് ഉണ്ടാവേണ്ട കുറെ കാര്യങ്ങളാട്ടോ, അതൊക്കെ ഉള്ളതിനെ നമ്മളൊരു ചെക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇറ്റ് മസ്റ്റ് ഇൻ റൈറ്റിംഗ് ആൻഡ് പ്രോപ്പർലി സൈൻഡ് അല്ലെ. റൈറ്റിംഗ് വായിട്ട് പറഞ്ഞാൽ പോരാ അല്ലെ, 10,000 രൂപ കൊടുക്കൂ എന്ന് വായിട്ട് പറഞ്ഞാൽ പോരാ, അത് റൈറ്റിംഗ് എഴുതിയിട്ട് തന്നെ ഉണ്ടാവണം, സൈൻ ചെയ്യണം, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദ ബാങ്ക് വിൽ പേ ദ എമൗണ്ട് ഓൺലി
ഈ സഫീഷ്യന്റ് ബാലൻസ് ഈസ് അവൈലബിൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ് പറയാണ്, ഇയാൾക്ക് ഒരു 10,000 രൂപ കൊടുക്കണം എന്നുള്ള ചെക്ക് കൊടുത്തു, എന്റെ അക്കൗണ്ടിൽ ആകെ 1000 രൂപയേ ഉള്ളൂ, കഴിയോ? ഇല്ല. അപ്പോൾ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ എമൗണ്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. ചെക്ക് ആർ വൈഡ്ലി യൂസ്ഡ് ടു സേഫ് ആൻഡ് കൺവീനിയന്റ് പേയ്മെന്റ്. ഇപ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കുന്നതേക്കാൾ സേഫ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ചെക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം, ഡിസ്കസ് സർഫേസി ആക്ട് 2002. എന്താണ് സർഫേസ് ആക്ട്? ഇതിന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. എന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചേക്കണേ. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് 2002 അല്ലെ, വല്ലാത്തൊരു പേരാണ്. ഓക്കെ, ഒന്നുമില്ല, ഇത് സാധനം സിമ്പിൾ ആണ് കേട്ടോ. അതായത് ഇപ്പോ ഞാൻ ലോൺ എടുത്തു, ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഇനി ഈ സർഫേസ് ആക്ടിന്റെ സബായിട്ട് അടുത്തൊരു പോയിന്റും കൂടെ വരുന്നുണ്ട്. ഐ തിങ്ക് വരട്ടെ, വരുമ്പോ പറയാം. ഇതിന്റെ സബായിട്ട് ഒന്നും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ സർഫേസ് ആക്ട് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ലോൺ എടുത്തു, ശ്രദ്ധിക്കുക കേട്ടോ. ആ ലോൺ ഞാൻ തിരിച്ചടച്ചില്ല. ഞാനൊരു ഗോൾഡൊക്കെ ബാങ്കിൽ വെച്ചിട്ട് ലോൺ എടുത്തു, ലോണ് അടച്ചില്ല, അങ്ങനെ ബാങ്കിനെ പറ്റിച്ചെന്ന് വെച്ചു. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ ഗോൾഡിനെ പറയുന്ന പേരെന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. കാരണം എന്താ, ഗോൾഡ് അവിടെ ഉണ്ട്, പക്ഷെ അതിന്റെ മുകളിൽ ഇൻട്രസ്റ്റും ഇല്ല, ഒന്നും ബാങ്കിന് കിട്ടുന്നില്ല. അപ്പൊ ബാങ്ക് സത്യത്തിൽ ബാങ്കിന് വലിയൊരു നഷ്ടമാണ് അല്ലെ. കാരണം ഞാൻ ലോണൊക്കെ എടുത്ത് പൈസ ഒക്കെ എടുത്ത് പോയിട്ട് ഉറുപ്പിയൊക്കെ തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? എന്റെ ആ ഗോൾഡ് വിറ്റിട്ട് ആ പണം ബാങ്ക് കണ്ടെത്തും. ക്ലിയർ അല്ലേ? അത് ഈ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഈ ഒരു കാര്യം അലോ ചെയ്യുന്നതിനെയാണ് സർഫേസ് ആക്ട് എന്ന് പറയുന്നത്. നോക്കാം, ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഹെൽപ്പ് ബാങ്ക് റിക്കവർ ബാഡ് ലോൺ. ഈ ലോൺ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ബാഡ് ലോൺ അഥവാ കിട്ടാത്ത ലോണുകൾ, ആ ലോൺ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുള്ള ഒരു ആക്ട് ആണ് സർഫേസ് ആക്ട് എന്ന് പറയുന്നത്. ദ ആക്ട് അലോ ബാങ്ക് ടു റിക്കവർ ലോൺ വിത്തൗട്ട് ഇന്റർവെൻഷൻ ഓഫ് കോർട്ട്. കോടതി ഇടപെടലൊന്നും ഇല്ലാതെ തന്നെ, അഥവാ ഈ ആക്ട് പ്രകാരം ഇപ്പൊ ഞാൻ ലോൺ എടുത്തു, ഞാൻ പൈസ കൊടുത്തില്ല, അപ്പൊ ഇനി എന്ത് ചെയ്യാം? ബാങ്കിന് ഞാൻ അവിടെ പണയം വെച്ച ഗോൾഡ് ഉണ്ടല്ലോ, ആ ഗോൾഡ് വിറ്റിട്ട് ആ പൈസ അവർക്ക് കണ്ടെത്താൻ പറ്റും. അതിന് കോടതിയിൽ കേസ് കൊടുക്കേ, കോടതിയിൽ ഇടപെടൽ ഉണ്ടാവേ, അതിനൊന്നും ആവശ്യമില്ല. ഇതിൽ കോടതിക്ക് ഇടപെടണമെങ്കിൽ അത് വിൽക്കാൻ തന്നെ ഒരു 5-8 കൊല്ലം എടുക്കും അല്ലെ. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമായിട്ട് അത് മാറും ചെയ്യും. ഇങ്ങനെ കുറെ ആൾക്കാർ ബാങ്കിനെ പറ്റിച്ചാലോ ബാങ്കിന് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാം? ബാങ്കിന് ആ നോൺ പെർഫോമിംഗ് അസറ്റ് ഉണ്ടല്ലോ അല്ലെ, ലോൺ എടുത്ത ആ ഒരു അസറ്റ്, ആ അസറ്റ് വിറ്റിട്ട് ആ പണം കണ്ടെത്താൻ പറ്റും. അതിനൊരു ഓപ്ഷൻ കൊടുക്കുന്നതിനെയാണ് ഈ സർഫേസ് ആക്ട് എന്ന് പറയുന്നത്. അവിടെ കോടതിയുടെ ഇടപെടലുകൾ ഒന്നും ഇല്ലാതെ തന്നെ ബാങ്കിന് നേരിട്ട് അത് ചെയ്യാൻ പറ്റും. ബാങ്ക് ക്യാൻ ടേക്ക് പൊസഷൻ ഓഫ് ദ ബോറോസ് സെക്യൂർഡ് അസറ്റ്. അതാണ് ബാങ്ക് എന്ത് ചെയ്യാം? ടേക്ക് പൊസഷൻ, അത് ഏറ്റെടുക്കാം. ഏത്? ഞാൻ ഗോൾഡ് ഒരു ഉദാഹരണം പറഞ്ഞു അല്ലെ, ഞാൻ ഗോൾഡ് കൊടുത്തിട്ടാണ് പണം എടുത്തത്, ലോൺ എടുത്തത്. അപ്പൊ ആ ഗോൾഡ് അത് സത്യത്തിൽ എന്റേതായിരുന്നു, പക്ഷെ ഞാൻ ലോൺ തിരിച്ചടക്കാത്തതുകൊണ്ട് അതിന് ബാങ്കിനെ ഏറ്റെടുക്കാം. അതാണ് ടേക്ക് പൊസഷൻ. ആ അസറ്റിന്റെ കൈകാര്യം ബാങ്കിനെ ഏറ്റെടുക്കാം. അതാണ് ദ ബോറോവേഴ്സ് സെക്യൂർഡ് അസറ്റ്. അപ്പോ ആ ലോൺ അടച്ചിട്ടില്ലെങ്കിൽ ആ അസറ്റിന്റെ ഉടമസ്ഥത, ഉത്തരവാദിത്വം ബാങ്കിന് ഏറ്റെടുക്കാം. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസിങ് നോൺ പെർഫോമിംഗ് അസറ്റ്. NP എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ. അപ്പോ ആ ലോൺ എടുത്തു, ഞാൻ കൊടുത്ത ഗോൾഡ്, ആ ഗോൾഡിന്റെ മേലെ ഞാൻ ലോൺ തിരിച്ചടച്ചില്ല, ആ ഗോൾഡിനെ പറയുന്ന പേരാണ് നോൺ പെർഫോമിംഗ് അസറ്റ്. അപ്പൊ ഞാൻ വീടിന്റെ ആധാരം പണയം വെച്ചിട്ട് ലോൺ എടുത്തു, യെസ്, എന്നിട്ട് ആ ലോൺ തിരിച്ചടച്ചില്ല. അപ്പൊ ആ ആധാരത്തിന്റെ പറയുന്ന പേരാണ്, ആധാരമല്ല, വീടിന് പറയുന്ന പേരാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ആ നോൺ പെർഫോമിംഗ് അസറ്റ് റിക്കവറി അല്ലെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകളെ അലോ ചെയ്യുന്ന ആക്ട് ആണ് എന്ത്? സർഫേസി ആക്ട് എന്ന് പറയുന്നത്. യെസ്. അപ്പൊ ബാങ്ക് ക്യാൻ സെൽ ദ ബോറോസ് പ്രോപ്പർട്ടി. അപ്പൊ ആ ബോറോറുടെ പ്രോപ്പർട്ടി, അത് ഗോൾഡ് ആവട്ടെ, വീടാവട്ടെ, എന്താവട്ടെ, അതെന്ത് ചെയ്യാം? ബാങ്കിന് വിൽക്കാം. ക്ലിയർ? ബാങ്കിന് ആസെറ്റ് എടുത്ത് വിൽക്കാം. എന്തിന്? ടു റിക്കവർ ലോൺ എമൗണ്ട്. ആ ലോൺ എമൗണ്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അസറ്റ് ബാങ്കിന് എടുത്ത് വിൽക്കാവുന്നതാണ്. അത് ഈ ആക്ട് പ്രകാരം ഒരു തടസ്സമല്ല, കോടതിയോട് പറയേണ്ട ആവശ്യമില്ല, ബാങ്കിന് നേരിട്ട് ചെയ്യാൻ പറ്റും. It also allow creation of asset reconstruction companies. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യുന്ന? ബാങ്ക് പൊതുവെ നേരിട്ടല്ല വിൽക്കാറുള്ളത്. ബാങ്ക് എന്ത് ചെയ്യും? ഈ ARC എന്ന് പറയും, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി, ഈ ടീമിനെ ഏൽപ്പിക്കും. അപ്പൊ അതാ ഒരു 5 പവൻ ഗോൾഡ് ഉണ്ട്. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും? ഈ 5 പവൻ ഗോൾഡ് ഈ ARC ഏൽപ്പിക്കും, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി ഏൽപ്പിക്കും. ഈ ARC ആണ് എന്ത് ചെയ്യുക? അത് വിറ്റായി ക്യാഷ് ആക്കിയിട്ട് ബാങ്കിലേക്ക് കൊടുക്കുന്നത്.
അപ്പോൾ ARCയെ ഏൽപ്പിച്ച് ചെയ്യുന്ന പരിപാടിയാണ് സർഫേസി ആക്ടിലൂടെ പറയുന്നത്. ദ ആക്ട് ഇംപ്രൂവ് എഫിഷ്യൻസി ഓഫ് ബാങ്കിങ് സിസ്റ്റം. അപ്പോൾ ബാങ്കിങ് സിസ്റ്റത്തെ എഫിഷ്യൻസി കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട് അല്ലെ, എഫിഷ്യൻസി കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. കാരണം എന്താ, ഇങ്ങനത്തെ കുറെ ആളുകൾ പറ്റിച്ചു പോയാൽ ബാങ്കിന് പണി കിട്ടൂലെ. അപ്പോൾ ഈ ആക്ട് പ്രകാരം ബാങ്കിന് അവരുടെ അസറ്റുകളൊക്കെ എടുത്ത് വിറ്റ്, നോൺ പെർഫോമിംഗ് അസറ്റുകളൊക്കെ എടുത്ത് വിറ്റിട്ട് ബാങ്കിന് ഫണ്ട് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ ടു പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് ബാങ്ക്സ്, ബാങ്കുകളുടെ താല്പര്യം കൃത്യമായിട്ട് അത് സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ലോ ഫോർ ലോൺ റിക്കവറി ഇൻ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിൽ ലോൺ റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട്, ലോൺ തിരിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് സർഫേസി ആക്ട് 2002 എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫങ്ഷൻസ് ഓഫ് ഇൻഷുറൻസ്. ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, ഒന്ന് അല്ലെ, ഇപ്പൊ നമ്മൾ ഏത് ഇൻഷുർ ആയിക്കോട്ടെ, ഇൻഷുറൻസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിസ്ക്. അല്ലെ, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള, അല്ലെ, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ചാൻസ് ഉള്ള ഒരു റിസ്കിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അതാണ് ഇൻഷുറൻസിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ വാഹനോ ബിസിനസ്സോ ലൈഫ് ഇൻഷുറൻസ് ഏത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, അതിന്റെ ഒക്കെ മെയിൻ ലക്ഷ്യം എന്താണ്? ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. ഭാവിയിൽ എന്തെങ്കിലും നഷ്ടം വന്നാൽ ആ നഷ്ടം പരിഹരിക്കണം, അല്ലെ, ആ നഷ്ടം സോൾവ് ചെയ്യണം എന്നാണ് നമ്മൾ ഏത് ഇൻഷുറൻസ് എടുക്കുമ്പോഴും അതിന്റെ പിന്നിലുള്ള വലിയ ലക്ഷ്യം. ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ് ടു റെഡ്യൂസ് ഫിനാൻഷ്യൽ ലോസ്. ഫിനാൻഷ്യൽ നഷ്ടങ്ങളെ കുറക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇൻഷുറൻസ് പ്രൊമോട്ട് സേവിങ്സ് എമംഗ് ഇൻഡിവിജ്വൽ. അതുപോലെ തന്നെ അപ്പൊ ഒന്ന് എന്താ പറഞ്ഞ, ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പറഞ്ഞു അല്ലെ, ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ. രണ്ടെന്താ പറഞ്ഞ, റെഡ്യൂസ് ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടം കുറച്ചു തരും. മൂന്നാമത്തത് സേവിങ്സ് എമംഗ് ഇൻഡിവിജ്വൽ, ഒരു സേവിങ്സ് ഹാബിറ്റ് കൂടി. ഇത് എവിടെ അറിയാം? ഇത് മെയിൻ ആയിട്ട് ലൈഫ് ഇൻഷുറൻസിലാണ് അല്ലെ. നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 30 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, 30 വർഷം കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് തിരിച്ചു കിട്ടും അല്ലെ, അതിന്റെ ഇൻട്രസ്റ്റും കിട്ടും. അപ്പൊ അങ്ങനെ സേവിങ്സ് ഹാബിറ്റ് കൂട്ടാനും ഈ ഇൻഷുറൻസ് നമ്മൾ വഴിവെക്കാറുണ്ട്. അടുത്ത പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ഫാമിലീസ് ഇൻ കേസ് ഓഫ് ഡെത്ത് ഓർ ആക്സിഡന്റ് അല്ലെ. ലൈഫ് ഇൻഷുറൻസിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ നോമിനി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്കുള്ള ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ ഞാൻ ലൈഫ് ഇൻഷുറൻസ് എടുത്തു, മരണം സംഭവിച്ചാൽ ഫാമിലിക്ക് വലിയൊരു നഷ്ടമായിരിക്കും അല്ലെ. ആ നഷ്ടത്തെ, സാമ്പത്തിക നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റൂല, പക്ഷെ സാമ്പത്തിക നഷ്ടത്തെ കുറെ നമുക്ക് എന്ത് ചെയ്യാം, ലൈഫ് ഇൻഷുറൻസിലൂടെ പരിഹരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡെത്തോ ആക്സിഡന്റോ ഒക്കെ ഉണ്ടായാൽ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് ഇൻഷുറൻസിനെ കാണാൻ പറ്റും. ദെൻ ഇൻഷുറൻസ് എൻകറേജസ് എക്കണോമിക് ഡെവലപ്മെന്റ് ബൈ റെഡ്യൂസിംഗ് റിസ്ക്. അപ്പോൾ റിസ്ക് കുറക്കുന്നതിലൂടെ, റിസ്ക് ഒഴിവാക്കുന്നതിലൂടെ എക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ടുവരാനും ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസ്ക് അമംഗ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. സത്യത്തിൽ എന്താണ് ഈ ഇൻഷുറൻസിൽ ചെയ്യുന്ന ഒരു കാര്യം? ഒരു നഷ്ടത്തെ അല്ലെ ഒരുപാട് പേരിലേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ എന്റെ സ്ഥാപനം കത്തി നശിച്ചു, 5 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായി അല്ലെ. സത്യത്തിൽ ആ നഷ്ടം എനിക്കാണ്, പക്ഷെ ഞാൻ എന്ത് ചെയ്യാണ്, ഇൻഷുർ ചെയ്യുന്നതിലൂടെ ആ നഷ്ടം ഒരുപാട് പേരിലേക്ക് ഡിവൈഡ് ചെയ്യണം അല്ലെ. കാരണം എല്ലാരും എടുത്തുനിന്ന് വാങ്ങുന്ന പൈസ നിങ്ങൾക്ക് തരുന്നത് 5 ലക്ഷം എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി അവരെ പോക്കറ്റിൽ നിന്ന് എടുത്ത് തരുന്നല്ല അല്ലെ. ഒരുപാട് പേരുടെ ഇതുപോലെ ഇൻഷുറൻസ് പ്രീമിയം ആയിട്ട് വാങ്ങിയ പൈസയാണ് തരുന്നത്. അപ്പോൾ ഒരു നഷ്ടത്തെ ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് പ്രൊവൈഡ് കോമ്പൻസേഷൻ ഫോർ ലോസസ് കോസ്ഡ് ബൈ ആക്സിഡന്റ്, ഫയർ ഓർ അതർസ് അല്ലെ. ഇപ്പോ ആക്സിഡന്റോ അല്ലെങ്കിൽ തീപിടുത്തോ മറ്റെന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടായിട്ട് നഷ്ടം വന്നാൽ ആ നഷ്ടത്തെ പരിഹരിക്കാതാണ് കോമ്പൻസേഷൻ ഫോർ ലോസ്. ആ നഷ്ടത്തെ പരിഹരിക്കുന്ന ഒരു കാര്യമായിട്ട് ഇൻഷുറൻസിനെ കാണാൻ പറ്റും. ഇറ്റ് ഇൻക്രീസസ് കോൺഫിഡൻസ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ്. ബിസിനസിന്റെ കാര്യത്തിൽ ഒരു നല്ലൊരു കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് സപ്പോർട്ട് സോഷ്യൽ വെൽഫെയർ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ കൊണ്ടുവരാൻ ഇൻഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദ ഇൻഷുറൻസ് പ്ലേ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ഇക്കണോമി അല്ലെ. നമ്മുടെ എക്കണോമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ ഇൻഷുറൻസ് വഹിക്കുന്നുണ്ട്. ഇത്രയാണ് ഇൻഷുറൻസിന്റെ ഫങ്ഷൻസ്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ്. ഇത് ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കേട്ടോ. അതിൽ 2-3 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടാവും അല്ലെ. ലൈഫ് ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ്, അതുപോലെ ജനറൽ ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. ഒന്നാമത്തത് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഞാൻ ഓരോന്നും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒന്ന് വിശദീകരിച്ചു തരാം കേട്ടോ. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻഷുർ എടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ സത്യസന്ധമായ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഡിസ്ക്ലോസ് ഓൾ റെലവെന്റ് ഫാക്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. ഒരു ഉദാഹരണം, ഇപ്പൊ ഞാനൊരു ബിൽഡിങ്
അല്ലെ? ആ ബിൽഡിങ്ങിന് ഫയർ ഇൻഷുറൻസ് എടുക്കുകയാണ്. ആ ബിൽഡിംഗ് സത്യത്തിൽ ഒരു 25 വർഷം പഴക്കമുണ്ട്. പക്ഷെ ഞാൻ അത് മറച്ചു വെച്ചു. ഞാൻ പറയാണ് ഇത് 2 വർഷമായിട്ടുള്ള പുതിയ ബിൽഡിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻഷൂർ എടുത്തു. ഒരു ഉദാഹരണം പറയാം കേട്ടോ. ഞാൻ ഇൻഷൂർ എടുത്തു. അപ്പൊ സത്യത്തിൽ ഞാൻ എന്താണ് 25 വർഷമായി എന്നുള്ള ഒരു സാധനം മറച്ചു വെച്ചു അല്ലെ? ഗുഡ് ഫെയ്ത്ത് അല്ലെ? വിശ്വാസം, ഒരു വഞ്ചന കാട്ടി, ഒരു ചതി കാട്ടി. അങ്ങനെ എന്റെ സ്ഥാപനം കത്തി നശിച്ചു എന്ന് വെച്ചോളൂ. ഇൻഷുറൻസ് കമ്പനി വന്നത് വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്യുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക അത് 25 വർഷം പഴക്കമുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് 1 രൂപ പോലും നഷ്ടപരിഹാരം കിട്ടൂല. കാരണം എന്താ? ഞാൻ അവിടെ അവരെ ചതിച്ചു അല്ലെ? 25 കൊല്ലം പഴക്കമുള്ള ബിൽഡിംഗ് ആണ് 2 വർഷമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ ഞാൻ നുണ പറഞ്ഞ് ഇൻഷുറൻസിൽ ഏർപ്പെട്ടത്. അപ്പൊ അതാണ് അറ്റ്മോസ് ഗുഡ് ഫെയ്ത്ത് പറയുന്നത്. എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം. കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നമ്മൾ പറയണം. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. ഏത് വസ്തു, അതിന് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയും കേട്ടോ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടില്ല സബ്ജക്റ്റ് മാറ്റർ. ഏത് വസ്തുവിന്റെ മേലിലാണോ ഇൻഷൂർ എടുക്കുന്നത് ആ ഇൻഷൂർ എടുക്കുന്ന ആൾക്ക് അതിൽ താല്പര്യം ഉണ്ടാവണം. എങ്ങനെ? ഇപ്പൊ ഞാൻ റോഡ് കൂടി പോകുന്ന ഒരു ബസ്സിന്റെ മേലിൽ എനിക്ക് ഇൻഷൂർ എടുക്കാൻ പറ്റൂല. കാരണം അതെന്താ? അതിന്റെ ബസ്സല്ല അല്ലെ? ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുക്കുമ്പോ അത് എന്റെ സാധനം ആവണം അല്ലെ? ഇപ്പൊ എന്റെ ഇവിടെ റോഡിലൂടെ ഇങ്ങനെ ഒരാൾ പോവാണ്, അയാളുടെ മേലിൽ എനിക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പറ്റൂല. കാരണം എന്താ? അയാളും ഞാനുമായിട്ട് ഒരു ബന്ധമല്ല. അപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എനിക്ക് ബന്ധമുള്ള അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള വസ്തുവിന്റെ മേലിൽ മാത്രമേ എനിക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുള്ളൂ. ദ ഇൻഷുർഡ് മസ്റ്റ് ഹാവ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ ദ ലൈഫ് ഇൻഷുർ അല്ലെ? ആരെയാണോ ഇൻഷുർ ചെയ്യുന്നത് അയാളുമായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇൻഷുർ ചെയ്യുമ്പോൾ എന്റെ വൈഫ്, എന്റെ മക്കള്, എന്റെ ഫാദർ, മദർ അല്ലെ, അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അത് ഇതിൽ ലൈഫ് ഇൻഷുറൻസിൽ മാത്രമല്ല കേട്ടോ, ജനറൽ ഇൻഷുറൻസിലും. അവിടെ ഞാന് ഒരു ഷിപ്പിന്റെ മേലില് മറൈൻ ഇൻഷുറൻസ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഷിപ്പ് എന്റേതാവണം അല്ലെ? എനിക്ക് താല്പര്യമുള്ള ഒരു ഷിപ്പ് ആവണം, എങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? എന്താണ് ഇൻഡെംനിറ്റി പറഞ്ഞാല്? അല്ലെ? എത്രയാണോ നഷ്ടം, ആക്ച്വൽ ലോസ്, അത് മാത്രമേ നമുക്ക് ഇൻഷുറൻസിലൂടെ കിട്ടുള്ളൂ. എനിക്കിപ്പോ 1000 രൂപയുടെ നഷ്ടം വന്നാൽ 1100 രൂപ തരൂല. കൃത്യമായിട്ട് ആ നഷ്ടേ കമ്പനി തരുള്ളൂ. അപ്പൊ ഇൻഡെംനിറ്റി എന്നുള്ളത് എത്രയാണോ നഷ്ടം ആ നഷ്ടം മാത്രമേ പരിഹരിച്ചു തരുള്ളൂ. അത് ഓർക്കുക. അത് ഇതിന് ബാധകമല്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല. കാരണം എന്താ? ഒരാളെ ജീവന് ഇത്ര രൂപ നഷ്ടമെന്ന് നമുക്ക് പറയാൻ കഴിയൂല. അപ്പൊ അത് ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല, അത് മറ്റ് ഇൻഷുറൻസുകൾക്കേ ഉള്ളൂ. അത് പ്രിൻസിപ്പിൾ ഓഫ് സബ്രഗേഷൻ. ഇതൊന്നും നല്ലോണം ശ്രദ്ധിക്കേണ്ട പോയിന്റാണ് കേട്ടോ. അതായത് ഇതും ലൈഫ് ഇൻഷുറൻസ് ബാധകമല്ല കേട്ടോ. സബ്രഗേഷനും ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല. എന്താ സബ്രഗേഷൻ? നമുക്കൊരു നഷ്ടം സംഭവിച്ചു, ആ നഷ്ടം പരിഹരിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ വസ്തുവിന്റെ മേലിലുള്ള മുഴുവൻ അധികാരവും ഇൻഷുറൻസ് കമ്പനിക്കാണ്. മനസ്സിലായിട്ടില്ലല്ലോ? അതായത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കാറ് ഇൻഷുർ ചെയ്തു. കാർ ആക്സിഡന്റ് ആയി വിചാരിച്ചോളൂ. ആ കാർ മുഴുവനായിട്ട് തകർന്നു പോയി. അപ്പൊ കാറിന്റെ വില ഒരു 4 ലക്ഷം രൂപയാണ്. ഇൻഷുറൻസ് കമ്പനി വരും, അവര് പരിശോധിക്കും, അവരെന്ത് ചെയ്യും? അതിന്റെ നഷ്ടമായിട്ടുള്ള 4 ലക്ഷം രൂപ എനിക്ക് തരും. ഇനി ആ തകർന്ന് കിടക്കുന്ന കാർ ഉണ്ടല്ലോ, അത് ആരെടുക്കും? അത് ഇൻഷുറൻസ് കമ്പനി എടുക്കും. അതാണ് രസം. അതെന്തിനാ? ഓർക്ക് ഓല കൊണ്ടുപോയിട്ട് അത് തൂക്കിക്കും അല്ലെ? ഇരുമ്പോലൊക്കെ തൂക്കിയിട്ട് അതിൽ ഒരു 10,000 റുപ്യ കിട്ടും. അത് ആരെടുക്കും? ഇൻഷുറൻസ് കമ്പനി എടുക്കും. അതിന്റെ ക്ലെയിം ചെയ്ത് തന്നാൽ, അതിന്റെ ക്ലെയിം തന്നാൽ, ആ പണം തന്നാൽ പിന്നെ ആ വസ്തു ആരതാണ്? നമുക്ക് എടുക്കാൻ പറ്റൂല. അത് തൂക്കിയിട്ട് പൈസ വാങ്ങാൻ നമ്മൾ അയക്കൂല. അത് ആര് കൊണ്ടുപോകും? ഇൻഷുറൻസ് കമ്പനി കൊണ്ടുപോകും. അതാണ് സബ്രഗേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇതും ആർക്ക് അപ്ലിക്കബിൾ അല്ല? ലൈഫ് ഇൻഷുറൻസിന് അപ്ലിക്കബിൾ അല്ല. അപ്പൊ സബ്രഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഒരു ഇൻഷൂർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പണം, നഷ്ടം സംഭവിച്ച ആ പണം തന്നു കഴിഞ്ഞാൽ പിന്നെ ആ വസ്തു, സബ്ജക്റ്റ് മാറ്റർ എന്നാട്ടോ പറയാ വസ്തുവിന്, സബ്ജക്റ്റ് മാറ്ററിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കാണ്? ഇൻഷുറൻസ് കമ്പനിക്കാണ്. ക്ലിയർ? അടുത്തത് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. ഇത് ആർക്ക് ബാധകമല്ല അറിയോ? ഇതിൽ എഴുതിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നോട്ട് അപ്ലിക്കബിൾ ഇൻ ലൈഫ് ഇൻഷുറൻസ് അല്ല, നോട്ട് അപ്ലിക്കബിൾ ഇൻ ജനറൽ ഇൻഷുറൻസ് എന്നാണ് കേട്ടോ. ഓക്കെ, ഇത് ജനറൽ ഇൻഷുറൻസിന് അപ്ലിക്കബിൾ അല്ല, ലൈഫ് ഇൻഷുറൻസിന് പറ്റും. അഥവാ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക, ഒന്നിലധികം ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ ഇൻഷുർ ചെയ്യുക. ഒരു ഉദാഹരണം, ഇപ്പൊ ഞാന് ഒരു 10 ലൈഫ് ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുർ ചെയ്തു. ഞാൻ മരണപ്പെട്ടാൽ ഈ 10 കമ്പനിയിൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? പൈസ വാങ്ങാൻ പറ്റും. ലൈഫ് ഇൻഷുറൻസിന് അത് ബാധകമാണ്. എന്നാൽ ശ്രദ്ധിച്ചോ, ജനറൽ ഇൻഷുറൻസിന് അത് ബാധകമല്ല.
ഞാൻ എന്ത് ചെയ്തു, എന്റെ കാറ് ഒരു 4 കമ്പനിയിൽ പോയിട്ട് ഇൻഷുർ ചെയ്തു. എന്റെ ലക്ഷ്യം എന്താ, കാർ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ 4 പൈസ കിട്ടുന്ന. അങ്ങനെയല്ല ഉണ്ടാവുക കേട്ടോ. 4 കമ്പനിയിൽ പോയിട്ട് ഇൻഷുർ ചെയ്താൽ കാർ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ 4 കമ്പനിയിൽ നിന്നും പൈസ കിട്ടൂല. പകരം എന്ത് ചെയ്യുന്ന പറയും, എത്രയാണോ നഷ്ടം അത് 4 ആൾ കൂടെ ഓരിച്ചു തരും. ഒരു ഉദാഹരണം, എനിക്കൊരു 40,000 രൂപ നഷ്ടം വന്നു. എന്ത് ചെയ്യും, 4 കമ്പനിയും 10,000 വെച്ച് തരും. അല്ലാണ്ട് എനിക്ക് എന്ത് ചെയ്യൂല, 4 കമ്പനി കൂടെ 40,000 കൊണ്ടുവന്ന് തരൂല. അങ്ങനെ ഇൻഷുറൻസ് വെച്ച് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ അവരയക്കൂല. അപ്പൊ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒന്നിലധികം കമ്പനിയിൽ മൾട്ടിപ്പിൾ ആയിട്ട് ഇൻഷുർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് എവിടെ ഉള്ളൂ, ലൈഫ് ഇൻഷുറൻസിലേ ഉള്ളൂ. നമ്മൾ മറ്റ് ജനറൽ ഇൻഷുറൻസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല, കോൺട്രിബ്യൂഷൻ കിട്ടൂല. അവിടെ ഒരു കമ്പനിയിൽ മാത്രമേ ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നിലധികം ചെയ്താൽ എല്ലാവരും പൈസ തരല്ല ചെയ്യുക, മറിച്ച് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമുക്ക് അതിന്റെ പൈസ തരിക. ക്ലിയർ? അപ്പൊ ഇത്രയാണ് അതിന്റെ കാര്യം. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം കേട്ടോ, പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. അതില് ഈ 2 ഏത്, ഇൻഡെംനിറ്റിയും സബ്രഗേഷനും ലൈഫ് ഇൻഷുറൻസിന് ബാധകമല്ല. അതുപോലെ കോൺട്രിബ്യൂഷൻ ആർക്കും ബാധകമല്ല, ജനറൽ ഇൻഷുറൻസിനും ബാധകമല്ല. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ ഇതിൽ ഒന്നും കൂടെ ഉണ്ട്, അതിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോക്സിമേറ്റ് കോസ് ഓർമ്മ ഉണ്ടോ? പ്രോക്സിമേറ്റ് കോസ് ഏത് കാരണത്തിനാണോ അല്ലെ ഇൻഷുർ ചെയ്തത്, ആ കാരണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. അതും കൂടെ ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതും കൂടെ ഇതിൽ ആഡ് ചെയ്യണം. ഇനി അടുത്തൊരു ചോദ്യം, എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ ഓപ്പണിംഗ് എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനുള്ള പ്രൊസീജിയേഴ്സ് എന്താ? നമുക്കൊക്കെ അറിയാം അല്ലെ, നമ്മളൊക്കെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ ആളുകളാണ്. അതിന് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ദ ബാങ്ക് അല്ലെ. ഇപ്പൊ ഏത് ബാങ്കിലാണ്, ഇപ്പൊ SBI യിലാണെങ്കിൽ SBIനെ അപ്രോച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഫോം വാങ്ങുക അല്ലെ, അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം വാങ്ങുക. ഇപ്പൊ ഞാൻ അക്കൗണ്ട് എടുക്കാൻ പോകണം, ഞാൻ ആദ്യം എന്ത് ചെയ്യും, SBIയിൽ പോകും അല്ലെ, എന്നിട്ട് ഒരു ഫോം അവരുന്ന് വാങ്ങും. എന്നിട്ട് ആ ഫോം നമ്മൾ കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യും. ഫോം ഷുഡ് ബി ഫിൽഡ് വിത്ത് പേഴ്സണൽ ഡീറ്റെയിൽസ്. കൃത്യമായിട്ട് ഫോം ഫില്ല് ചെയ്യും. അതിൽ കുറെ കാര്യങ്ങൾ, നമ്മൾ പേരും അഡ്രസ്സും പാൻ നമ്പറും ആധാർ നമ്പർ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫിൽ ചെയ്യും. ദെൻ അടുത്തത് KYC ആണ് കേട്ടോ, KYC റൂൾസ്. അഥവാ നമുക്ക് അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് KYCനെ കുറിച്ച്. ദ കസ്റ്റമർ മസ്റ്റ് സബ്മിറ്റ് ഐഡന്റിറ്റി അഡ്രസ് പ്രൂഫ് ആസ് പാർട്ട് ഓഫ് KYC റൂൾസ്. അപ്പൊ നമ്മളെ ഇപ്പോൾ പാൻ കാർഡോ ആധാർ കാർഡോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് KYC അപ്ഡേഷൻ നടത്തും. അഥവാ നമ്മൾ നമ്മുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. പിന്നെ ഡോക്യുമെന്റ്സ് ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് മേ ബി റിക്വയർഡ്. അപ്പൊ ഈ KYCക്ക് വേണ്ടിയിട്ട് ഈ ID കാർഡുകൾ, ആധാർ കാർഡോ പാൻ കാർഡോ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. അതൊക്കെ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യും. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് മസ്റ്റ് ഓൾസോ ബി സബ്മിറ്റഡ് അല്ലെ. നമുക്ക് ഫോട്ടോ ചിലപ്പോൾ ചില ബാങ്കുകളൊക്കെ 2 കോപ്പി ഫോട്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ കൊടുത്തു. അപ്ലിക്കൻ മസ്റ്റ് ഡെപ്പോസിറ്റ് മിനിമം റിക്വയർഡ് എമൗണ്ട്. അപ്പൊ നമുക്ക് മിനിമം ബാലൻസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ 1000 രൂപ 1500 രൂപ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ആ മിനിമം എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാം. ദ ബാങ്ക് വെരിഫൈ ദ ഡോക്യുമെന്റ്സ് ഡീറ്റെയിൽസ്. പിന്നെ ബാങ്കിന്റെ അടുത്തുള്ള പണിയാണ്, ബാങ്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് ആ ഡോക്യുമെന്റ്സുകളൊക്കെ വെരിഫൈ ചെയ്യും. ആഫ്റ്റർ വെരിഫിക്കേഷൻ ദ അക്കൗണ്ട് ഈസ് ഓപ്പൺ. അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പിന്നെ എന്ത് ചെയ്യും, അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക്, ATM കാർഡ്, ചെക്ക് ബുക്ക് ഇതൊക്കെ എന്ത് ചെയ്യും, ആ സ്പോട്ടിൽ തന്നെ തരും. ചില ബാങ്കുകൾ തരും, ചിലത് എന്ത് ചെയ്യും, നമുക്ക് പോസ്റ്റലായിട്ട് അയച്ചു തരും. എന്തായാലും പാസ്ബുക്ക് എല്ലാവരും തരും അല്ലെ, പാസ്ബുക്ക് തരും. ATM ചെക്ക് ബുക്ക് ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യുന്ന അറിയും, നമ്മളെ പേരിൽ അഡ്രസ്സിൽ അയക്കാവും ചെയ്യാം. ചില ബാങ്കുകൾ സ്പോട്ടിൽ തന്നെ തരാറുണ്ട്. ഓക്കെ, അങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങേണ്ട പ്രൊസീജിയേഴ്സ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് എക്സ്പ്ലെയിൻ ദ സെക്കൻഡറി ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ സെക്കൻഡറി ഫംഗ്ഷൻ. അപ്പൊ എന്താ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മറക്കരുത്, നമുക്കറിയാലോ, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോൺ കൊടുക്കുക. ഇതാണ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ. അതുകൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ് ആളുകളുടെ കയ്യിൽ നിന്ന്, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോൺ കൊടുക്കുക. ഇതാണ് ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെക്കൻഡറി ഫംഗ്ഷൻസ് ആണ്. നോക്കാം. ഫസ്റ്റ് സെക്കൻഡറി ഫംഗ്ഷൻ ആർ അഡീഷണൽ സർവീസ് പ്രൊവൈഡഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എടുക്കുന്ന അഡീഷണൽ സർവീസുകളെയാണ് സെക്കൻഡറി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണത്? ഒന്നാമത്തത് ഏജൻസി സർവീസസ്. ഏജൻസി സർവീസ് പറഞ്ഞാൽ അതായത് ഒരു കസ്റ്റമറുടെ ഏജന്റ് ആയിട്ട് ബാങ്ക് വർക്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ നോക്കാം, കസ്റ്റമറുടെ ചെക്കുകള്, ബില്ലുകള്, ഡിവിഡന്റ് ഇതൊക്കെ ആര് ചെയ്യും? ഇതൊക്കെ കസ്റ്റമർ ചെയ്യേണ്ടതാണ്. അതൊക്കെ കളക്ട് ചെയ്യുക, അതിന്റെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ആര് ചെയ്യും? ബാങ്ക് ഏറ്റെടുത്ത് ചെയ്യും. വെറുതെ ചെയ്യല്ല, ഇയാളെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് ചെയ്യും.
അപ്പോൾ അയാളുടെ ചെക്ക് കളക്ട് ചെയ്യുക, ഈ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യുക, ബിൽസ് കളക്ട് ചെയ്യുക, ബിൽസ് കൊടുക്കാതെ ചെയ്യുക, ഡിവിഡൻഡ് കളക്ട് ചെയ്യുക, പിന്നെ അതിന്റെ പുറമെ നമ്മളെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, ഇൻഷുറൻസ് ഇതൊക്കെ ആര് ഏറ്റെടുത്ത് ചെയ്യും? ബാങ്ക് ഒരു ഏജന്റ് ആയിട്ട് ചെയ്യാറുണ്ട്. ബാങ്ക് ആൾസോ മേക്ക് പേയ്മെന്റ് സച്ച് ആസ് ഇൻഷുറൻസ് പ്രീമിയം, യൂട്ടിലിറ്റി ബില്ല് അല്ലെ, ഇത്തരത്തിലുള്ള ബില്ലുകൾ, ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ബാങ്ക് അടക്കാറുണ്ട്. പിന്നെ അനദർ സെക്കൻഡറി ഫങ്ഷൻസ് ജനറൽ യൂട്ടിലിറ്റി സർവീസ്. നേരത്തെ പറഞ്ഞ ഏജൻസി സർവീസസ് ആണ്, ഈ പറയുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. ജനറൽ യൂട്ടിലിറ്റി സർവീസസ് അതിൽ വരുന്നതാണ് ലോക്കർ ഫെസിലിറ്റി ഫോർ സേഫ് സ്റ്റോറേജ് ഓഫ് ഫണ്ട്. അഥവാ നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള, ഇപ്പൊ നമ്മളെ ഗോൾഡ്, ഡയമണ്ട്സ് അല്ലെ, പിന്നെ വീടിന്റെ ആധാരം, അങ്ങനത്തെ ഡോക്യുമെന്റ്സുകൾ, ഇതൊക്കെ ബാങ്കിലെ ലോക്കറിൽ കൊണ്ടിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ആ ഒരു ഫെസിലിറ്റി ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആൻഡ് ട്രാവലേഴ്സ് ചെക്ക് അല്ലെ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അതുപോലെ ട്രാവലേഴ്സ് ചെക്ക്, നമ്മൾ യാത്രക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെക്ക് കാര്യങ്ങളൊക്കെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ ബാങ്ക് ഓൾസോ പ്രൊവൈഡ് ഇന്റർനെറ്റ് ബാങ്ക് ആൻഡ് ATM. പിന്നെ പറയേണ്ട ആവശ്യമില്ല അല്ലേ, ഡിജിറ്റൽ ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ്ങും ATM സർവീസുകളൊക്കെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇതാണ് അല്ലെ. 24 hours നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. CDM, ATMന്റെ ഒപ്പം തന്നെ CDMും പറയാം അല്ലെ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും തരാറുണ്ട്. ഓക്കെ, ഇതൊക്കെ ബാങ്ക് കൊടുക്കുന്ന സെക്കൻഡറി ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോൾ ബാങ്ക് ഫങ്ഷൻസ് എന്നായിക്കാരം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പരീക്ഷയിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം പ്രൈമറി ഫംഗ്ഷൻ എഴുതാം, ഏത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, അസറ്റ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് ലോൺസ് എന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യാം, ഈ സെക്കൻഡറി ഫംഗ്ഷൻസും കൂടെ ആഡ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക് അല്ലെ. ചില റിസ്ക് നമ്മൾ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെ തരം റിസ്കുകൾ ഉണ്ട്. ഒന്നാമത്തത് റിസ്ക് എന്ന സിമ്പിൾ ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, പോസിബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ലോസ് അല്ലെ, ഫിനാൻഷ്യൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത, നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ് റിസ്ക് എന്ന് പറയുന്നത്. ആ റിസ്കിന്റെ ടൈപ്സ് നോക്കിയേ. ഒന്ന് പ്യുവർ റിസ്ക്. പ്യുവർ റിസ്ക് എന്താ? ഓൺലി പോസിബിൾ ഓഫ് ലോസ് ഓർ നോ ലോസ്. ഇവിടെ ലാഭം ഉണ്ടാവില്ല. പ്യുവർ റിസ്കിന്റെ പ്രത്യേകതയാണ് ലാഭം ഉണ്ടാവില്ല. ഒന്നുകിൽ നഷ്ടം വരും, അല്ലെങ്കിൽ നഷ്ടം ഇല്ലാതിരിക്കും. ലാഭം കിട്ടൂല കേട്ടോ, അതാണ് പ്യുവർ റിസ്ക്. അവിടെ ശ്രദ്ധിക്കണേ, ഒന്നുകിൽ നഷ്ടം അല്ലെങ്കിൽ നഷ്ടം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാണ്, നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻ, ഒന്നുകിൽ നമുക്ക് നഷ്ടം സംഭവിക്കും, അല്ലെങ്കിൽ നഷ്ടമൊന്നും ഉണ്ടാവില്ല. ലാഭം കിട്ടൂലേ, അത് നോക്കണം കേട്ടോ. അതാണ് പ്യൂർ റിസ്ക് എന്ന് പറയുന്നത്. രണ്ടാമത് സ്പെക്കുലേറ്റീവ് റിസ്ക്, അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓർമ്മ ഉണ്ടാവും. അവിടെ രണ്ട് ഓപ്ഷനാണ്, പ്രോഫിറ്റ് ലോസ്, ഒന്നുകിൽ ലാഭം അല്ലെങ്കിൽ നഷ്ടം. കണ്ടാ, ഇതും നേരത്തെ പറഞ്ഞത് തമ്മിലുള്ള മാറ്റം എന്താ മനസ്സിലായില്ലേ? ഇവിടെ ലോസ് നോ ലോസ് ആണ്, ഇവിടെ പ്രോഫിറ്റോ ലോസ് ആണ്. ക്ലിയർ? അപ്പൊ ഇവിടെ ലാഭം നഷ്ടം ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെയാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയാം. അത് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ റിസ്ക് അല്ലെ, ഫിനാൻഷ്യൽ റിസ്ക് എന്തായിരുന്നു? ഇറ്റ് ഇൻവോൾവ്സ് മോണിറ്ററി ലോസ്, പണവുമായി ബന്ധപ്പെട്ട നഷ്ടം അല്ലെ, പണം നഷ്ടപ്പെടുന്നതിനെയാണ് ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാം. നോൺ ഫിനാൻഷ്യൽ റിസ്ക്. നോൺ ഫിനാൻഷ്യൽ റിസ്ക് എന്താ? നോൺ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുന്നത് നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് മണി, പണവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തത് അല്ലെ, നോട്ട് ഡയറക്ട്ലി ഇൻവോൾവ് മണി, പണവുമായി നേരിട്ട് ബന്ധമില്ലാത്തതിനെയാണ് എന്താ പറയാ, നോൺ ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയാം. അടുത്തത് സ്റ്റാറ്റിക് റിസ്ക്. സ്റ്റാറ്റിക് റിസ്ക് അഥവാ നാച്ചുറൽ ഇവന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ മിസ്റ്റേക്കിലൂടെ വരുന്ന റിസ്കുകൾ. ഇപ്പോ മാനുഷികമായിട്ട് വരുന്ന കുറെ റിസ്കുകൾ ഉണ്ട് അല്ലെ, മനുഷ്യന്റെ മിസ്റ്റേക്കുമായി ബന്ധപ്പെട്ട റിസ്കുകൾ, അതാണ് സ്റ്റാറ്റിക് റിസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ഡൈനാമിക് റിസ്ക്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ മാറ്റം എന്നുള്ള അർത്ഥം കേട്ടോ. അറൈസ് ഫ്രം ചേഞ്ചസ് ഇൻ ഇക്കണോമി ഓർ ടെക്നോളജി. ടെക്നോളജിയിൽ വരുന്ന മാറ്റം അല്ലെ ഇക്കണോമിയിൽ വരുന്ന മാറ്റം, ആ മാറ്റങ്ങളിലൂടെ ഉണ്ടാകുന്ന റിസ്കിനെയാണ് ഡൈനാമിക് റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫാഷൻ മാറി അല്ലെ, ഇപ്പൊ നമ്മളൊരു ഡ്രസ്സാണ്, ഡ്രസ്സ് ഇൻഡസ്ട്രി ആണ്, ഇപ്പൊ ഫാഷൻ മാറി, ഇതൊക്കെ വരുന്ന ഡൈനാമിക് റിസ്കുകളാണ്. ഇക്കണോമിയിലെ ടെക്നോളജിയിലൊക്കെ വരുന്ന മാറ്റങ്ങളെയാണ് ഡൈനാമിക് റിസ്ക് എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് റിസ്കുകളുടെ ടൈപ്സ് എന്ന് പറയുന്നത്. അടുത്തത് DRT ആക്ട് എന്താണ്? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സർഫേസി ആക്ടുമായിട്ട് കണക്റ്റഡ് ആണ് കേട്ടോ. എന്താണ് DRT ആക്ട്? റിക്കവറി ഓഫ് ഡെറ്റ് ഡ്യൂ ടു ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1993. നമുക്ക് അതിന്റെ ഫുൾ ഫോം പഠിച്ചു നോക്കണേ. റിക്കവറി ഓഫ് ഡെറ്റ് ഡ്യൂ ടു ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് 1993. നോക്കാം. ഇതില് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൽ എന്ത് ചെയ്യാ അറിയോ, സാധാരണ പണ്ടൊക്കെ ഈ DRT ആക്ട് വരുന്നതിന് മുമ്പത്തെ അവസരം പറഞ്ഞതാ. അപ്പൊ നമ്മൾ ബാങ്ക് ലോണ് കൊടുത്തു, ഒരാൾക്ക് വീടൊക്കെ പണയം വെച്ചിട്ട് അല്ലെങ്കിൽ ഗോൾഡ് പണയം വെച്ചിട്ട് ലോൺ കൊടുത്തു. അയാൾ ലോൺ അടച്ചില്ല. നമ്മൾ പല വട്ടം അയാൾ ഓർമ്മപ്പെടുത്തി നോട്ടീസൊക്കെ അയച്ചു, എന്നിട്ടും അയാൾ പണം അടക്കണില്ല.
അപ്പൊ പഴയ സിസ്റ്റം ഈ DRT ആക്ട് വരുന്നതിന് മുമ്പ് ഉള്ള സിസ്റ്റം തന്നെ അറിയാം, നമ്മളത് കോടതി ബാങ്ക് എന്ത് ചെയ്യും, നേരെ പോയിട്ട് കോടതിയിൽ കംപ്ലൈന്റ് കൊടുക്കും, ഇന്ന ആള് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് പണം അടക്കുന്നില്ല. അപ്പൊ പിന്നെ കോടതി ഇടപെട്ട് കോടതി കൂടി അതൊക്കെ പ്രോസസ് ചെയ്യുമ്പോൾ ഒരു 5-8 വർഷം എടുക്കും. ചുരുക്കി പറഞ്ഞാൽ ബാങ്കിന് അത്രയും വർഷം അതൊരു നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് അവിടെ കിടക്കും ചെയ്യും, ബാങ്കിന് ഒന്നും ചെയ്യാൻ പറ്റൂല, വലിയ നഷ്ടം വരും. ഇങ്ങനൊരു സംഭവമായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഇത് ബാങ്കിനൊക്കെ വലിയൊരു പ്രശ്നം വന്നപ്പോ കൊണ്ടുവന്നതാണ് DRT ആക്ട്. ഇതില് DRT എന്ന് പറയുന്നത് ഇതാണ്, ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽസ്. ട്രൈബ്യൂണൽസ് എന്ന ഒരു കോടതി തന്നെ. എന്തിനു വേണ്ടിയുള്ള കോടതി? ഈ കാര്യം മാത്രം ഡീൽ ചെയ്യാനുള്ള കോടതി. ഏത്? ഡെപ്റ്റ് റിക്കവറി ചെയ്യാം, അഥവാ ബാങ്കിന് കിട്ടാനുള്ള കടങ്ങള്, ലോണുകൾ. ഇപ്പൊ ലോണൊക്കെ എടുത്ത ആൾക്കാർ തിരിച്ചടക്കുന്നില്ല, പൈസ അടക്കുന്നില്ല, അങ്ങനത്തെ ഡെപ്റ്റുകള് റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട്, അത് തിരിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള ട്രൈബ്യൂണൽസിനെ, കോടതികളെയാണ് DRT എന്ന് വിളിക്കുന്നത്. നോക്കാം, ഇറ്റ് ലീഡ്സ് ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽസ്, DRT. ദ പർപ്പസ് ഓഫ് ദ ആക്ട് ഈസ് ടു ഹെൽപ്പ് ബാങ്ക് റിക്കവർ ലോൺസ് ക്വിക്കലി. ഇതിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ പറഞ്ഞു അല്ലെ, ലോണുകൾ എത്രയും പെട്ടെന്ന് ബാങ്കിലേക്ക് തിരിച്ചു കിട്ടണം. അതിനു വേണ്ടിയിട്ട് ബാങ്കുകളെ സഹായിക്കാനാണ് DRT ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇറ്റ് റെഡ്യൂസസ് ഡിലേ ഇൻ ലോൺ റിക്കവറി കേസസ്. അപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ എന്തായിരുന്നു, ഈ ലോൺ റിക്കവറിയുമായി ബന്ധപ്പെട്ട കേസൊക്കെ കോടതിയായിരുന്നു ഡീൽ ചെയ്തിരുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ കുറെ സമയം എടുക്കും അല്ലെ, ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറിയിട്ട് വളരെ പെട്ടെന്ന് ലോൺ റിക്കവറിയുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ കൈകാര്യം ചെയ്യാനാണ് DRT സ്ഥാപിച്ചിട്ടുള്ളത്. ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കാൻ ഫയൽ കേസസ് ഇൻ DRT. അപ്പൊ ഇനി ഒരു ബാങ്കിന് ഈ പറഞ്ഞ പോലെ ലോൺ റിക്കവറി ചെയ്തിട്ടില്ല, ലോൺ തിരിച്ചു കിട്ടുന്നില്ല, അപ്പൊ ബാങ്ക് എന്ത് ചെയ്യും, കോടതിയിലൊന്നും പോണ്ട, നേരെ DRT-യിലാണ് അഥവാ ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽസിലാണ് കേസ് ഫയൽ ചെയ്യുക. ദ ട്രൈബ്യൂണൽ എക്സാമിൻസ് ദ കേസ് ആൻഡ് പാസസ് ഓർഡർ ഫോർ റിക്കവറി. അപ്പൊ എന്ത് ചെയ്യും, ട്രൈബ്യൂണൽ വളരെ സ്പീഡായിട്ട്, വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ കേസ് ഡീൽ ചെയ്യും, അതിന്റെ തീരുമാനങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. പാസസ് ഓർഡർ ഫോർ റിക്കവറി, അത് റിക്കവറി ചെയ്യാനുള്ള ഓർഡറുകൾ ആ കോടതി എടുക്കും. ഇറ്റ് ഹെൽപ്സ് റെഡ്യൂസിങ് ദ ബർഡൻ ഓഫ് റെഗുലർ കോർട്ട്. അതുകൊണ്ട് തന്നെ ഇത് കോടതികൾക്കും എന്ത് ചെയ്യാണ്, വലിയൊരു ആശ്വാസമാണ്. കാരണം കോടതിക്ക് എന്ത് ചെയ്യേണ്ട, ഇങ്ങനത്തെ കേസുകൾ ഡീൽ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. പണ്ടൊക്കെ ഇതൊക്കെ നമ്മൾ സാധാരണ കോടതിയിലായിരുന്നു ഡീൽ ചെയ്തിരുന്നത്. അപ്പൊ കോടതിക്കും വലിയൊരു ആശ്വാസമായി. ദ ആക്ട് ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ബാങ്കിങ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഈ ആക്ട് വന്നതിന് ശേഷം ബാങ്കിങ് സിസ്റ്റം തന്നെ ഒന്നുകൂടെ ഉഷാറായി. കാരണം ഈ കേസ് കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് DRT-യിൽ ഡീൽ ചെയ്യും, പെട്ടെന്ന് ബാങ്കിന് കിട്ടാനുള്ള ലോണും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടും. അങ്ങനെ കിട്ടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് ആ NPA, നോൺ പെർഫോമിംഗ് അസറ്റുകൾ വിറ്റിട്ട് അതിന്റെ പൈസ കണ്ടെത്താൻ പറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നല്ലൊരു പ്രോസസ്സായിട്ട് മാറിയിട്ടുണ്ട്. ഇറ്റ് ഹെൽപ്സ് ഇൻ കൺട്രോളിംഗ്, അവിടെ പറയുന്നു നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെ, നോൺ പെർഫോമിംഗ് അസറ്റുകൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനും സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് സപ്പോർട്ട് ദ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ബാങ്ക്. ബാങ്കുകളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്താൻ DRT ആക്ട് സഹായിച്ചിട്ടുണ്ട്. DRT ആക്ട് പറഞ്ഞാൽ ഡെപ്റ്റ് റിക്കവറി ട്രൈബ്യൂണൽസ് കേട്ടോ. അപ്പൊ ഇതുമായിട്ട് കണക്റ്റഡ് തന്നെയാണ് നമ്മളെ സർഫേസി ആക്ട്, അതും ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് റൂറൽ ഇൻഷുറൻസ് പോളിസി. ഗ്രാമപ്രദേശങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാറുള്ള ഇൻഷുറൻസുകൾ ഏതൊക്കെയാണ്? ഒന്ന് ക്രോപ്പ് ഇൻഷുറൻസ്. ആ വാക്ക് പഠിച്ചാൽ തന്നെ അതിന് കിട്ടും. ക്രോപ്പ് എന്താ? ക്രോപ്പ് പറഞ്ഞാൽ നമ്മുടെ അവരുടെ ധാന്യങ്ങള് അല്ലെ, അതുമായി അവരുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസിനെയാണ് ക്രോപ്പ് ഇൻഷുറൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഫാമേഴ്സിന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അടുത്തത് ക്യാറ്റിൽ ഇൻഷുറൻസ്. ക്യാറ്റിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, കന്നുകാലികൾ അല്ലെ. അപ്പൊ അതൊക്കെ വളർത്തുന്ന ഫാമേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ആ കന്നുകാലികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ, അപ്പൊ അവർക്ക് അസുഖങ്ങളോ മറ്റോ വന്നിട്ട് അല്ലെ, എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാറ്റിൽ ഇൻഷുറൻസ് ഉള്ളത്. അത് പോൾട്രി ഇൻഷുറൻസ്, പോൾട്രി ഫാമൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ, പോൾട്രി ഇൻഷുറൻസ്. അപ്പോൾ പോൾട്രി ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വന്നാൽ അത് ക്ലെയിം ചെയ്യുന്നതാണ് പോൾട്രി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്തത് ഫിഷറി ഇൻഷുറൻസ്. ഫിഷറി എന്നെന്താ, നമ്മുടെ മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട് അല്ലെ, ഫിഷറി. ഓക്കെ, അപ്പോൾ ഫിഷ് ഫാമേഴ്സിന് അവർക്ക് നഷ്ടം വന്നാൽ അത് ക്ലെയിം ചെയ്യാനുള്ളതാണ് ഫിഷറി ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ദെൻ അഗ്രികൾച്ചറൽ പംസെറ്റ് ഇൻഷുറൻസ്. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ ടൂൾസുകൾ ഉണ്ടാവും അല്ലെ, കുറെ ടൂൾസുകൾ കൃഷിയിലേക്ക് യൂസ് ചെയ്തു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അതിനെന്തെങ്കിലുമൊക്കെ നഷ്ടം സംഭവിച്ചാൽ ക്ലെയിം ചെയ്യാനുള്ളതാണ് അഗ്രികൾച്ചറൽ പംസെറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അടുത്ത വെതർ ഇൻഷുറൻസ്, അതും ഫാമേഴ്സിനുള്ളതാണ് കേട്ടോ. കാരണം കാലാവസ്ഥ മാറുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, പെട്ടെന്ന് മഴ വന്ന് കൃഷി നശിക്കുക എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയം വന്നിട്ട് കൃഷിക്കോ മറ്റൊക്കെ സംഭവിച്ചാൽ
ആ നഷ്ടം പരിഹരിക്കാനുള്ളതാണ് വെതർ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ റീസെന്റ് മെർജേഴ്സ് ഇൻ ബാങ്ക്. ബാങ്കിൽ പുതുതായിട്ട് വന്ന മെർജറുകൾ. എന്റെ ഉദാഹരണമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്, ഒരു വട്ടം ചോദിച്ചു. ഒന്നാമത്തത് ഇതാ, മെർജർ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടോ അതിലധികമോ കമ്പനികൾ കൂടി ചേർന്നിട്ട് പുതിയൊരു കമ്പനി ആയിട്ട് മാറാം. നമ്മളെ VI ഓർമ്മ ഉണ്ടാവും അല്ലെ? വോഡഫോൺ എന്ന് പറയുന്ന ഒരു കമ്പനി, ഐഡിയ എന്ന് പറയുന്ന ഒരു കമ്പനി, അത് രണ്ടും കൂടെ കൂടി ചേർന്ന് VI ആയി മാറി. എങ്ങനെ ഈ മെർജ് ചെയ്താലുള്ള മെച്ചം എന്താ അല്ലെ? അവർക്ക് ഒന്നും കൂടെ സ്ട്രെങ്തൻ ആയിട്ട് രണ്ട് കമ്പനി കൂടെ ഒന്നിച്ച് വരുമ്പോൾ കൂടുതൽ സ്ട്രെങ്തോട് കൂടെ, കൂടുതൽ ഉഷാറോട് കൂടെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ അതിനാണ് മെർജിങ് ചെയ്യുന്നത്. അപ്പൊ ബാങ്കിങ് സെക്ടറിൽ വന്നിട്ടുള്ള മെർജറുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആരുമായിട്ട് മെർജ് ചെയ്തു? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും അതുപോലെ തന്നെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത് മൂന്നും കൂടെ മെർജ് ചെയ്തിട്ട് പുതിയൊരു ബാങ്ക് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓറിയന്റൽ ബാങ്ക്, അതുപോലെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇതൊക്കെ എന്തായിട്ട് മാറി? ഓറിയന്റലും യുണൈറ്റഡ് ഒക്കെ എന്തായിട്ട് മാറി? പഞ്ചാബ് നാഷണൽ ബാങ്ക് മാറിയിട്ടുണ്ട്. പിന്നെ കനറ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്കുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. കനറയും സിൻഡിക്കേറ്റുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മെർജഡ് ആന്ധ്ര ബാങ്ക് അതുപോലെ കോർപ്പറേഷൻ ബാങ്ക്. ഈ രണ്ട് ബാങ്കുമായിട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ത്യ ബാങ്ക് മെർജഡ് വിത്ത് അലഹാബാദ് ബാങ്ക്. ഇന്ത്യൻ ബാങ്ക് അലഹാബാദ് ബാങ്കുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തിനാ മെർജ് ചെയ്യുന്നത്? ദീസ് മെർജസ് റെഡ്യൂസ് നമ്പർ ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇല്ല. അങ്ങനെ മെർജ് ചെയ്യുമ്പോൾ ബാങ്കുകളുടെ എണ്ണം കുറയും, പക്ഷെ ഉള്ള ബാങ്കുകൾ എന്ത് ചെയ്യും? ഇംപ്രൂവ് എഫിഷ്യൻസി, ക്യാപിറ്റൽ സ്ട്രെങ്ത്, ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് അല്ലെ? കൃത്യമായിട്ട് അവർക്ക് നല്ല എഫിഷ്യൻസി കൂടും, നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, നല്ല കോമ്പറ്റീറ്റീവ്നെസ്സിലേക്ക് അവർ കയറി വരും. ഇങ്ങനെ കുറെ ബെനിഫിറ്റ് അതിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ 10 മാർക്കിന്റെ ഒരു 4 ചോദ്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്യാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു, ഇനി 10 മാർക്കിന്റെ ചോദ്യങ്ങൾ കേട്ടോ. ഡിസ്കസ് ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവും അല്ലെ? ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ് ഇൻ ഇക്കണോമിക് ഡെവലപ്മെന്റ്. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ മെയിൻ പ്രൈമറി ഫങ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താ അല്ലെ? ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്കിന്റെ അടുത്ത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി. പ്രൈമറി ഫംഗ്ഷൻ, സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് എഴുതിയ ഭംഗിയായി. അപ്പോൾ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്കിന്റെ അടുത്ത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക. പിന്നെന്താ? ലെൻഡിങ് മണി ടു ഇൻഡിവിജ്വൽസ്, ആളുകൾക്ക് തന്നെ ലോൺ കൊടുക്കുക അല്ലെ? ലെൻഡിങ് മണി പറഞ്ഞാൽ ലോൺ കൊടുക്കുക, ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, ലോൺ കൊടുക്കുക. ഇതാണ് പ്രൈമറി ഫംഗ്ഷൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് അല്ലെ? കടം കൊടുക്കുക. ഓവർ ഡ്രാഫ്റ്റ് അറിയുന്നുണ്ടാവില്ലേ? നമ്മളെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കാനുള്ള ഓപ്ഷൻ. പിന്നെ ഡിസ്കൗണ്ടിങ് ബില്ല്, ഇപ്പൊ ബില്ല് ഓഫ് എക്സ്ചേഞ്ച്, ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് ക്രിയേഷൻ. അപ്പൊ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ബാങ്ക് പൈസ അല്ല തരിക, മറിച്ച് എന്ത് ചെയ്യും? നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് അക്കൗണ്ടിലേക്ക് പൈസ ഇടും അല്ലെ? അപ്പൊ ലോൺ എടുക്കുക, ആ പൈസ വീണ്ടും അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റുക. ഇതിനൊക്കെയാണ് ക്രെഡിറ്റ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സർവീസുകൾ, പല യൂണിവേഴ്സിറ്റി ഫീസ്, അങ്ങനെ പല ഫീസുകളും മറ്റൊക്കെ അടക്കാൻ വേണ്ടിയിട്ട് ത്രൂ ബാങ്കിലൂടെ നമുക്ക് പറ്റാറുണ്ട്. ഏജൻസി സർവീസ്, അത് നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലെ? ഏജൻസി സർവീസുകൾ കൊടുക്കാറുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസ്, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ലോക്കർ ഫെസിലിറ്റി പോലെ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യൽ പോലെ, അങ്ങനെ ജനറൽ യൂട്ടിലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സേവിംഗ് ഹാബിറ്റ് എമംഗ് പബ്ലിക്, ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു സേവിംഗ് ഹാബിറ്റ് കൊണ്ടുവരാം. ഇപ്പൊ റെക്കറിംഗ് ഡെപ്പോസിറ്റ് നമ്മൾ പഠിച്ചു അല്ലെ? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സേവിംഗ് ഹാബിറ്റ് കൊണ്ടുവരാനുള്ള ഒരു സിസ്റ്റം ആണ്. അപ്പൊ അതിന് ബാങ്ക് സഹായിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇൻഡസ്ട്രീസിനൊക്കെ ലോൺ കൊടുത്തിട്ടും പല രൂപത്തിലുള്ള സബ്സിഡീസ് കൊടുത്തിട്ടൊക്കെ ബാങ്കുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ട്രേഡ് ആൻഡ് കൊമേഴ്സ്, നമ്മുടെ നോർമലി ട്രേഡിനും കൊമേഴ്സിനൊക്കെ ബാങ്കുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് ജനറേഷൻ, നമ്മുടെ ഇക്കണോമിയെ തന്നെ വളർത്താൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ബാങ്കുകൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ബാങ്ക് ഒരു വൈഡ് ഏരിയയാണ്, നമുക്ക് അതിൽ കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും കേട്ടോ. അടുത്ത് വീണ്ടും ചോദിച്ചിട്ടുണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. അത് ഞാൻ പറയുന്നില്ല, നമ്മൾ നേരത്തെ അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, 10 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. യെസ്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ആർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബാങ്കർ ആൻഡ് കസ്റ്റമർ? ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെ? ബാങ്കും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം എന്താ? കുറെ ബന്ധങ്ങളുണ്ട്, കുറെ റിലേഷൻ ഉണ്ട് കേട്ടോ. ഒന്നാമത്തത് കോൺട്രാക്ച്വൽ എഗ്രിമെന്റ്. അപ്പോൾ ബാങ്കും
കസ്റ്റമർ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് അല്ലെ. കാരണം ബാങ്കും കസ്റ്റമറും തമ്മിലൊരു കോൺട്രാക്ട് ഇപ്പൊ എഴുതുന്നില്ലെങ്കിൽ പോലും ഒരു കോൺട്രാക്ട് പോലെ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു റിലേഷൻ ആണ് ഡെപ്റ്റർ ക്രെഡിറ്റർ. എങ്ങനെ ഡെപ്റ്റർ ക്രെഡിറ്റർ അങ്ങനെ പരിപാടി നോക്കിയേ. വെൻ കസ്റ്റമർ ഡെപ്പോസിറ്റ് മണി, ഇപ്പൊ നമ്മള് ബാങ്ക് പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തു, ദ ബാങ്ക് ബിക്കം ഡെപ്റ്റർ. അവിടെ ബാങ്ക് ഡെപ്റ്റർ ആവും, കസ്റ്റമർ എന്ത് ചെയ്യും, ക്രെഡിറ്റർ ആവും അല്ലെ. ബാങ്ക് ഡെപ്റ്ററും കസ്റ്റമർ ക്രെഡിറ്റർ ആവും. നേരെ ഓപ്പോസിറ്റ്, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, അപ്പൊ ബാങ്ക് എന്താവും, നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റർ ആവും, നമ്മൾ എന്താവും, ഡെപ്റ്റർ ആവും. യെസ്, അങ്ങനെ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷന് ബാങ്കും കസ്റ്റമറും തമ്മിലുണ്ട്. അടുത്തത് ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻ. ഏജന്റ് പ്രിൻസിപ്പൽ, ആരാണ് ഏജന്റ്, ആരാണ് പ്രിൻസിപ്പൽ? പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് അല്ലെ, അത് കസ്റ്റമർ ആണ്. ഏജന്റ് ആരാ, ബാങ്ക്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓർമ്മ ഉണ്ടാവും അല്ലെ. ബാങ്ക് നമ്മളൊരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട് അല്ലെ, നമ്മളാണ് പ്രിൻസിപ്പൽ, ബാങ്ക് ഏജന്റ്. നമുക്ക് നമ്മുടെ ഡിവിഡൻഡ് കളക്ട് ചെയ്യലും ഇൻഷുറൻസ് പേ ചെയ്യലും അല്ലെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ബാങ്ക് ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. അപ്പൊ ഒരു ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻ നമ്മളും ബാങ്കും തമ്മിൽ ഉണ്ടാവാറുണ്ട്. ഇൻ കേസ് ബാങ്ക് ആക്ട് ആൻ ഏജന്റ് വെൻ കളക്ട് ചെക്ക്, പേ, ബില്ല് അല്ലെ. അപ്പൊ കസ്റ്റമർ ചെയ്യുന്നതിന്റെ പകരമായിട്ട് കസ്റ്റമറുടെ ഒരു ഏജന്റ് ആയിട്ട് ആരും വർക്ക് ചെയ്യും, ബാങ്ക് വർക്ക് ചെയ്യാറുണ്ട്. നമ്മളെ ചെക്ക് കളക്ട് ചെയ്യാൻ, നമ്മുടെ ബില്ലുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ബാങ്ക് വർക്ക് ചെയ്യാറുണ്ട്. അടുത്ത ഒരു റിലേഷൻ ആണ് ട്രസ്റ്റി ആൻഡ് ബെനഫിഷ്യറി റിലേഷൻഷിപ്പ്. ട്രസ്റ്റി ആൻഡ് ബെനഫിഷ്യറി റിലേഷൻഷിപ്പ് അഥവാ ബാങ്ക് ഹോൾഡ് വാല്യുബിൾ ഡോക്യുമെന്റ്സ് വിത്ത് us. നമ്മൾ ലോക്ക് ഫെസിലിറ്റി ഒക്കെ പറഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോയിട്ട് നമ്മൾ വളരെ വിലപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ അവിടെ വെക്കുമ്പോൾ അതൊക്കെ ബാങ്ക് എന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും അല്ലെ. അപ്പൊ തന്നെ ഇവിടെ പറയുന്നത് നമ്മുടെ അക്കൗണ്ട്സ്, നമ്മളെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ട് അല്ലെ, നമ്മുടെ അക്കൗണ്ട്സിൽ എന്തൊക്കെയുണ്ട്, ഇതൊക്കെ ആർക്കേ അറിയുള്ളൂ, ബാങ്കിനെ അറിയുള്ളൂ, വേറെ ആർക്കും അറിയൂല അല്ലെ. അപ്പൊ ബാങ്ക് നമ്മുടെ ഒരു ട്രസ്റ്റി ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ. ട്രസ്റ്റി ആണ് എന്താ, നമ്മുടെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന അല്ലെ ഒരു ഏജന്റ് ആയിട്ട്, ഒരു ടീമായിട്ട് ബാങ്ക് വർക്ക് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തത് ബെയിലി ആൻഡ് ബെയിലർ. ബെയിലർ ഇത് വേറൊരു റിലേഷൻ ആട്ടോ. അഥവാ നമ്മൾ ലോക്കർ ഫെസിലിറ്റി യൂസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ എന്റെ കുറച്ച് ഗോൾഡ് ഡയമണ്ട്സ് ഒക്കെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് വെക്കുകയാണ് അല്ലെ. അപ്പൊ അവിടെ ബെയിലർ ഞാനാണ്, ബെയിലി ബാങ്ക് ആണ് അല്ലെ. അപ്പോ കടം കൊടുക്കുമ്പോൾ അല്ലെ നമ്മൾ അവിടെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ആള് അല്ലെ. അപ്പൊ അത് ബാങ്ക് അവിടെ നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ നഷ്ടപ്പെടാതെ വളരെ സേഫ് ആയിട്ട് അവിടെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ബന്ധം അവിടെ വരുന്നുണ്ട്. അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് കസ്റ്റമർ ഇൻഫർമേഷൻ. നമ്മുടെ വളരെ പ്രധാനപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കീപ്പ് ചെയ്യുക എന്നുള്ളത് ബാങ്കിന്റെ ഡ്യൂട്ടിയാണ്. അത് ഒരാൾക്കും ബാങ്ക് പുറത്തു വിടൂല, കൃത്യമായിട്ട് അത് കീപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പല രൂപത്തിലുള്ള റിലേഷൻ ബാങ്കും കസ്റ്റമറും തമ്മിലുണ്ട്, അതൊന്നും ഓർത്തു വെക്കുക കേട്ടോ. അടുത്തത് explain in detail the life insurance claim settlement procedure of both maturity and death claim. അഥവാ ലൈഫ് ഇൻഷുറൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ലൈഫ് ഇൻഷുറൻസില് രണ്ട് കേസാണ്. ഒന്നെങ്കിൽ അയാൾ മരണപ്പെട്ടു, അപ്പൊ എന്ത് ചെയ്യും, അയാളുടെ നോമിനിക്ക്, ഫാമിലിക്ക് എന്ത് ചെയ്യും, ആ എമൗണ്ട് കിട്ടും. ക്ലിയർ? അതാണ് ഡെത്ത് എന്ന് പറയുന്നത്, ഡെത്ത് ക്ലെയിം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ മെച്യൂരിറ്റി, ഇത്ര വർഷം വരും, 15 വർഷം 20 വർഷം, ആ മെച്യൂരിറ്റി പീരീഡ് എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് തന്നെ പണം കിട്ടും. അപ്പൊ എങ്ങനെയാണ് ആ പണം കിട്ടുന്നത്, ആ ക്ലെയിം കിട്ടുന്നത്, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കാം, ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം അറൈസ് വെൻ പോളിസി റീച്ചസ് ഒന്നെങ്കിൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ വെൻ ഇൻഷുർഡ് പേഴ്സൺ ഡൈസ് അല്ലെ. ഒന്നെങ്കിൽ മെച്യൂരിറ്റി ആവണം, അല്ലെങ്കിൽ ആ ഇൻഷുർ എടുത്ത ആള് മരണപ്പെടണം. ഈ രണ്ടാലൊരു കേസിൽ നമുക്ക് പണം തിരിച്ചു കിട്ടും. The claim settlement process ensures that benefit are paid to the policy holder or not. ഇപ്പൊ മെച്യൂരിറ്റി കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ, ഡേറ്റ് കഴിഞ്ഞ് കിട്ടുകയാണെങ്കിൽ ആർക്ക് തന്നെ കിട്ടുക, പോളിസി ഹോൾഡർക്ക് തന്നെ കിട്ടുക. അതല്ല അതിനിടയിൽ ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ആർക്ക് കിട്ടുക, നോമിനിക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഒന്നുകിൽ പോളിസി ഹോൾഡർക്ക് അല്ലെങ്കിൽ നോമിനിക്ക് ആ പണം കിട്ടും. ഇനി മെച്യൂരിറ്റി ക്ലെയിമിന്റെ എങ്ങനെയാണ് മെച്യൂരിറ്റി ക്ലെയിം കിട്ടുക, അഥവാ ഡേറ്റ് വർഷം കഴിഞ്ഞു. ഇപ്പൊ ഞാനൊരു ഇൻഷുറൻസ് ചേർന്നു, ലൈഫ് ഇൻഷുറൻസ് ചേർന്നു, 15 കൊല്ലത്തേക്കാണ്, 15 വർഷം കംപ്ലീറ്റ് ആയി. എങ്ങനെ എനിക്ക് പൈസ കിട്ടും നോക്കാം. പോളിസി ഹോൾഡർ സർവൈവ്, അപ്പൊ അത് ആർക്കാ കിട്ടുക, പോളിസി ഹോൾഡർക്കാണ് ആ പണം കിട്ടുക അല്ലെ. ഡേറ്റ് ആയി കഴിഞ്ഞാൽ പോളിസി ഹോൾഡർക്കാണ് പണം കിട്ടുക. എങ്ങനെയാണ് ആ പോളിസി ഹോൾഡർക്ക് പണം കിട്ടുക, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? ഇൻ കേസ് ഓഫ് ദ ഇൻഷുറൻസ് കമ്പനി സെൻഡ് ആൻ ഇന്റിമേഷൻ ബിഫോർ മെച്യൂരിറ്റി ഡേറ്റ്. അപ്പൊ അത് അടുത്ത മാസമാണ് എന്റെ ക്ലെയിം തീരുന്നത് അല്ലെ, 15 വർഷം പൂർത്തിയാവുന്നത്. അപ്പൊ കമ്പനി എന്ത് ചെയ്യും, ഒരു ഇന്റിമേഷൻ തരും, ഒരു നോട്ടീസ് തരും അല്ലെ, അത് അടുത്ത മാസത്തോടു കൂടെ നിങ്ങളുടെ ഇൻഷുറൻസ് കംപ്ലീറ്റ് ആവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആര് തരും, ഇൻഷുറൻസ് കമ്പനി നമുക്കൊരു ഇന്റിമേഷൻ തരും. ക്ലിയർ? ദ പോളിസി, അപ്പോൾ ആ ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ദ പോളിസി ഹോൾഡർ മസ്റ്റ് സബ്മിറ്റ് ദ ഒറിജിനൽ പോളിസി ഡോക്യുമെന്റ്.
അപ്പൊ എൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ആ പോളിസി എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന്റെ ഡോക്യുമെന്റ് ഉണ്ടാവും അല്ലെ, ഇത്ര എമൗണ്ട് ആണ്, ഇത്രയാണ് കിട്ടുക എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു കോൺട്രാക്ട് പോലെ ഒരു ഡോക്യുമെന്റ് എൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ ഇന്റിമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒറിജിനൽ പോളിസി ഡോക്യുമെന്റ് ആർക്ക് സബ്മിറ്റ് ചെയ്യും, നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് സബ്മിറ്റ് ചെയ്യും. എ ഡിസ്ചാർജ് ഫോം മസ്റ്റ് ആൾസോ ബി സൈൻഡ് ആൻഡ് സബ്മിറ്റഡ്. അങ്ങനെ എന്ത് ചെയ്യും, ആ പണം നമുക്ക് തരാണല്ലോ അല്ലെ, അതിനാ ഡിസ്ചാർജ് ഫോം എന്ന് പറയുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫോം അവർ തരും, നമ്മൾ അത് കൃത്യമായിട്ട് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാം. ഐഡന്റിറ്റി പ്രൂഫ് ആൻഡ് ബാങ്ക് ഡീറ്റെയിൽസ് മേ ആൾസോ റിക്വയർഡ്. അപ്പൊ നമ്മൾ തന്നെയാണ് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ്, ഇപ്പൊ നമ്മള് ആധാർ കാർഡോ പാൻ കാർഡോ കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ. ആഫ്റ്റർ അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് അക്കൗണ്ട്, ഏത് അക്കൗണ്ടിലേക്കാണ് ബാങ്ക് ഡീറ്റെയിൽസ്, ഏത് അക്കൗണ്ടിലേക്കാണ് നമുക്ക് പണം അയക്കേണ്ടത് അല്ലെ, അവരെ ക്ലെയിം ചെയ്യാൻ പോവാണ്, ആ പണം അയക്കേണ്ടത് ഏതാന്നുള്ളതൊക്കെ ആ ഡീറ്റെയിൽസും കൊടുക്കുക. ആഫ്റ്റർ വെരിഫിക്കേഷൻ ദ ഇൻഷുറൻസ് കമ്പനി പേ ദ മെച്യൂരിറ്റി എമൗണ്ട് ടു ദ പോളിസി ഹോൾഡർ. അങ്ങനെ ആ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, ആ എമൗണ്ട് അടക്കും. അപ്പൊ അത് വലിയ പ്രോസസ് ഒന്നല്ല അല്ലെ. ആദ്യം എന്ത് ചെയ്യും, ബാങ്കിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനി നമുക്കൊരു ഇന്റിമേഷൻ കിട്ടും, നിങ്ങളത് ഡേറ്റ് കഴിയാനായി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഒറിജിനൽ ഡോക്യുമെന്റുകൾ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് സബ്മിറ്റ് ചെയ്യാം അല്ലെ. അതുപോലെ തന്നെ ഇത് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്, പണം ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫ്, ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, അതൊക്കെ അവർ വെരിഫൈ ചെയ്തതിനു ശേഷം എമൗണ്ട് നമുക്ക് തരും. ഇതാണ് മെച്യൂരിറ്റി ക്ലെയിമിന്റെ പ്രത്യേകത. എന്നാൽ ഡെത്ത് ക്ലെയിം, അപ്പൊ ഡെത്ത് ക്ലെയിമിന് ഒന്നും കൂടെ കൂടും, പ്രോസസ്സ് കൂടും അല്ലെ. കാരണം എന്താ, അത് അയാൾക്കല്ല കിട്ടുന്നത്, മറിച്ച് അയാളുടെ നോമിനിക്കാണ് കിട്ടുന്നത്. അപ്പൊ ഡെത്ത് ക്ലെയിമിന്റെ കാര്യങ്ങൾ നോക്കാം. ഇൻഷുർഡ് പേഴ്സൺ ഡൈ ഡ്യൂറിംഗ് ദ പോളിസി പീരീഡ്. അപ്പൊ 15 വർഷത്തേക്ക് ഇൻഷുറൻസ്, 10 വർഷമായപ്പോൾ അയാൾ മരണപ്പെട്ടു വിചാരിച്ചോളൂ. അപ്പൊ പിന്നെ അയാളുടെ നോമിനിക്കാണ് ആ എമൗണ്ട് ക്ലെയിം ചെയ്യുന്നത്. അതെങ്ങനെയാണ്, ദ നോമിനി മസ്റ്റ് ഇൻഫോം ദ ഇൻഷുറൻസ് കമ്പനി അബൌട്ട് ഡെത്ത് ഓഫ് ദ പോളിസി ഹോൾഡർ. അപ്പൊ നോമിനി എന്ത് ചെയ്യണം, ഇയാൾ മരിച്ചു എന്ന് അറിയിക്കണം അല്ലെ, അത് ഇൻഷുറൻസ് കമ്പനിയെ പോയിട്ട് അറിയിക്കണം, അയാൾ മരണപ്പെട്ടു എന്നുള്ള കാര്യം അറിയിക്കണം. നോമിനി മസ്റ്റ് സബ്മിറ്റ് ദ ഡെത്ത് ക്ലെയിം ഫോം. അങ്ങനെ എന്ത് ചെയ്യണം, നേരത്തെ ഡിസ്ചാർജ് ക്ലെയിം ഫോം നമ്മൾ പറഞ്ഞു അല്ലെ, പണം തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, ഡെത്ത് ക്ലെയിം ഫോം, അത് വേറെ ഫോമാണ്. നോമിനി ഇത്ര വർഷത്തേക്കാണ് ചേർന്നത്, ഞാൻ മരണപ്പെട്ടിട്ടുണ്ട്, ഞാൻ കാരണം കൊണ്ടാണ് മരണം ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡെത്ത് ക്ലെയിം ഫോം ഉണ്ട്. അത് നോമിനി എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. നോമിനി ഫില്ല് ചെയ്തിട്ട് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ദ ഒറിജിനൽ പോളിസി ഡോക്യുമെന്റ് മസ്റ്റ് ആൾസോ സബ്മിറ്റ്. അതേപോലെ തന്നെ അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, ഒറിജിനൽ പോളിസി ഡോക്യുമെന്റ് അതും നോമിനിന്റെ കയ്യിൽ ഉണ്ടാവും അല്ലെ, അപ്പൊ അതും അദ്ദേഹം സബ്മിറ്റ് ചെയ്യണം. കൂട്ടത്തില് എക്സ്ട്രാ ഇതിന് വേണ്ടതാണ് എ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ കോമ്പീറ്റന്റ് അതോറിറ്റീസ് റിക്വയർഡ് അല്ലെ. ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റും കൂടെ, കാരണം മരിച്ചു എന്നുള്ളത് വെറുതെ പറഞ്ഞാൽ പോരാ, അത് ഉറപ്പുവരുത്താൻ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റും കൂടെ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ. അപ്പൊ അത് നമ്മള് പഞ്ചായത്തിൽ നിന്ന് വില്ലേജിൽ നിന്ന് കിട്ടും അല്ലെ, അത് സബ്മിറ്റ് ചെയ്യണം. ഇൻ സം കേസസ് മെഡിക്കൽ റിപ്പോർട്ട് ഓർ ഹോസ്പിറ്റൽ റെക്കോർഡ് മേ ബി റിക്വയർഡ്. അപ്പൊ ചില കേസുകളിൽ ഇപ്പൊ ഈ മരണം സ്വാഭാവിക മരണമാണെന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടുകളോ ഹോസ്പിറ്റൽ റെക്കോർഡ്സുകളും കൂടെ കൂട്ടത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ. ഇനിയിപ്പോ ഒരാൾ തട്ടിയിട്ട് അയാൾ ഇൻഷുറൻസ് തട്ടിയെടുക്കാനുള്ള പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, മെഡിക്കൽ റിപ്പോർട്ട് കൂടെ അവിടെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറയും. ദ ഇൻഷുറർ വെരിഫൈ ഓൾ ദ ഡോക്യുമെന്റ്സ് കെയർഫുള്ളി. പിന്നെന്ത് ചെയ്യും, ഇൻഷുറർ കമ്പനി കൃത്യമായിട്ടൊക്കെ വെരിഫൈ ചെയ്യും, എല്ലാ ഡോക്യുമെന്റ്സും വെരിഫൈ ചെയ്യും. ദ ക്ലെയിം ഈസ് വാലിഡ്. അങ്ങനെ അത് ഓക്കെ എന്ന് മനസ്സിലായാൽ ദ ഇൻഷുറൻസ് കമ്പനി അപ്രൂവ് ദ ക്ലെയിം. അപ്പൊ കമ്പനി എന്ത് ചെയ്യും, ക്ലെയിം അപ്രൂവ് ചെയ്യും. ദ ക്ലെയിം എമൗണ്ട് ഈസ് ദെൻ പെയ്ഡ് ടു നോമിനി ഓർ ലീഗൽ ഹെയർ. ആരാണ് നോമിനി അല്ലെങ്കിൽ ലീഗൽ ഹെയർ അഥവാ നിയമപരമായിട്ട് അയാളുടെ ഫാമിലി ആർക്കാണോ ആ എമൗണ്ട് അയാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ക്ലെയിം സെറ്റിൽമെന്റ് മസ്റ്റ് ബി ഡൺ വിത്തിൻ റീസണബിൾ ടൈം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ പ്രോസസ് ഒക്കെ ചെയ്യും. ഓക്കെ. ഇതൊക്കെ ആര് റെഗുലേറ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, IRDA അല്ലെ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ IRDA ആണ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്ലിയർ. ഇങ്ങനെയാണ് ഒരു ഡെത്ത് ആയാലും അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് ആയാലും ക്ലെയിമുകൾ ചെയ്യുന്നത് കേട്ടോ. ഇതോടുകൂടെ നമ്മുടെ ടോട്ടൽ ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പൊ 1 മാർക്ക് 2 മാർക്ക് 5 മാർക്ക് 10 മാർക്കിന് വരുന്ന ഏകദേശ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും പകുതിയിലധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നന്നായിട്ട് പഠനം തുടരാ. എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.